وإن عدتي عند كل سدتي ويا مجيبي عند كل دعوتي ورغبتي ويا أنيسي عند كل وغشتي ووعدتي ويا رجائي حين تنقطع حيلتي أفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമാധാനീയനായ മഹല്ല് ഖതീബ് അടക്കമുള്ള പണ്ഡിതന്മാരെ, മഹല്ലത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള പരിപാലന സമിതി ഭാരവാഹികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവും സർവാധിപതിയും സർവഗുണസമ്പൂർണനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധവും പരിപാവനവുമായ പുണ്യവസന്തകാലത്തെ അനുഗ്രഹീതമായ രാത്രിയിലെ അവന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട്, അവന്റെ ഭവനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ പഞ്ചദിന പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ ദിവസമായ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ഈ വിജ്ഞാനത്തിന്റെ മലർവാടിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടപ്പെട്ടവരോടൊപ്പം നമ്മയും ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുമായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുകയും ശാന്തി സമാധാനത്തോടു കൂടിയുള്ള നല്ല ജീവിതം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ട് മിണ്ടി കൊതിരിയും മുമ്പ് നമ്മോട് യാത്ര പറഞ്ഞു പോയി നമ്മുടെ ജീവന്റെ ജീവനുകളായിരുന്ന പ്രിയപ്പെട്ടവർ ആറടി മണ്ണിനടിയിൽ കഴിയുമ്പോൾ അവരുടെ ഖബറിടങ്ങളിലേക്ക് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിന്റെയും പറയുന്നതിന്റെയും ഒരു വിഹിതം പ്രതിഫലമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിച്ചു കൊടുത്തവരെ സന്തോഷിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരു സുദീർഘമായ പ്രസംഗത്തിന്, ആമുഖ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം വളരെ സമയബന്ധിതമായി ആരംഭിക്കുകയും സമയബന്ധിതമായി അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട പരിപാടിയാണ് നമ്മുടെ പരിപാടി. 8:15 നമ്മൾ പ്രസംഗം ആരംഭിച്ചു, 10:15 നമ്മൾ അവസാനിപ്പിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നലെ നമ്മുടെ ഇന്നലകളിൽ 2 ദിവസങ്ങളിലായി ഇവിടെ 2 പേര്, അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സന്തതിയാണ്, അവരുടെ എളിമയിൽ അല്ലാഹു അഭിവൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മറ്റന്നാളും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദാരിമിയും വാക്കവിയും നിങ്ങളെ സംബോധന ചെയ്യാനിരിക്കും. ഇന്ന് നമ്മുടെ ഈ വർത്തമാനകാല പ്രവാചക പ്രണയത്തിന്റെയും പ്രവാചക സ്നേഹത്തിന്റെയും ഒക്കെ കഥ പരിശോധിക്കുമ്പോൾ കൊടിതോരണങ്ങളിലും വർണ്ണശബളമായ നബിദിന ഘോഷയാത്രകളിലും
അത്യാഡംബരമായ ചില സംഗതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന ഒരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കാൻ ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. അത് ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഒരാളോടുള്ള സ്നേഹ പ്രകടനങ്ങൾ, ആ സ്നേഹമെന്ന വികാരത്തെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സർവ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. എന്നാലേ നമ്മുടെ വികാരം ക്ഷമിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി നമ്മൾ കൊടിതോരണങ്ങൾ കിട്ടും. അതിന്റെ ഭാഗമായിട്ട് മുക്കിലും മൂലകളിലും നമ്മൾ പായസം വിളമ്പും. അതിന്റെ പേരിൽ നമ്മൾ വലിയ രീതിയിലുള്ള ദാനിച്ച് വർണ്ണശബളമായ വലിയ വലിയ കാണാൻ മൊഞ്ചുള്ള രീതിയിലുള്ള വർണ്ണ ബൈബുകൾ കൊണ്ട് അലങ്കൃതമായി നാടും നഗരവും വീടും പറമ്പും പള്ളികളും മദ്രസകളും ഒക്കെ നമ്മൾ ദാനിക്കും. ഇതൊക്കെ നമ്മുടെ സ്നേഹ പ്രകടനങ്ങളാണ്. അല്ല എന്ന് പറയുന്നില്ല, അല്ല എന്ന് പറയുന്നവരെ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. പക്ഷെ സ്നേഹ പ്രകടനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ആ സ്നേഹ പ്രകടനങ്ങൾക്ക് അപ്പുറത്ത് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിന്റെ ആത്മാർത്ഥതയും അതിന്റെ റിയാലിറ്റിയും ആ സ്നേഹത്തിന്റെ ഒറിജിനാലിറ്റിയും ആ സ്നേഹത്തിന്റെ കൃത്യമായ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അയാൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കലാണ്. അല്ലെങ്കിൽ അയാളെ സംതൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യലാണ്. സ്നേഹിക്കുന്ന പെണ്ണിനോട് കാമുകൻ പറയുന്നു, നീ പാതിരാത്രി ഇന്ന സമയത്ത് നീ ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ മഗ്‌രിബിന്റെ സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ അസ്തമിക്കുമ്പോൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കാമുകന് വഴിയോരത്ത് ടൂ വീലറിൽ കാത്തു നിൽക്കുന്നു എന്നറിയുമ്പോൾ അവളെ ഏത് പാതിരാത്രിയും പിന്നെ അവൾക്ക് പകൽ വെളിച്ചമാണ്. എത്ര വലിയ നിഗൂഢതയും എത്ര വലിയ തടസ്സങ്ങളും അവരുടെ മുമ്പിൽ വളരെ എളുപ്പമായി അവൾക്ക് അനുഭവപ്പെടുന്നു. ഒരു സാഹസികത അവളെ സംബന്ധിച്ചിടത്തോളം തന്റെ കാമുകന്റെ അടുത്ത് എത്തുന്നത് നമുക്ക് ഉണ്ടാവൂല. എത്തിയതിനു ശേഷമായിരിക്കും ആലോചിക്കുക ഞാൻ എങ്ങനെയാണ് വന്നത് എന്ന്. ആ ഒരു നിലയിൽ പ്രേമത്തിന് കണ്ണില്ല, കാതില്ല, നാക്കില്ല, മൂക്കില്ല എന്നൊക്കെ പറയുമ്പോ അത് വെറും പറച്ചിലല്ല. പ്രണയത്തിന് കണ്ണുമില്ല, നാക്കുമില്ല, മൂക്കുമില്ല, വായുമില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മറ്റൊരാളെ പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണോ നമ്മളിൽ സംതൃപ്തനാകുന്നത്, അയാൾ നമ്മൾ ജീവിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ അയാൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും ആ രീതിയിലൊക്കെ നമ്മൾ ജീവിക്കലാണ് അയാളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. ഇന്ന ഡ്രസ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ആകലാണ് എന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഇഷ്ടമെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഏത് തങ്ങൾ പറഞ്ഞാലും ഏത് ഉസ്താദ് പറഞ്ഞാലും അവന്റെ ഹെയർ സ്റ്റൈൽ മാറ്റില്ല. ഒരു പെൺകുട്ടി തന്റെ കാമുകൻ ഇഷ്ടപ്പെട്ടത് ഇന്ന വസ്ത്രം ധരിക്കലാണ് എന്ന് കണ്ടാൽ യൂണിഫോം ഇല്ലാതെ ക്ലാസ്സിൽ കയറി ടീച്ചറുടെയും അതുപോലെ പിന്നെ ഹെഡ് മാസ്റ്ററുടെയും ഒക്കെ കയ്യിൽ നിന്ന് എത്ര അടി കിട്ടിയാലും വേണ്ടിയില്ല, അതൊക്കെ തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ട് സഹിക്കാനും പൊറുക്കാനും ഒരു പെണ്ണ് തയ്യാറാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അയാൾ എങ്ങനെയാണ് നമ്മളിൽ സംതൃപ്തനാവുക, അയാൾ എങ്ങനെയാണ് നമ്മളിൽ സംപ്രീതനാവുക, ആ ഒരു രീതിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വർണ്ണശബളമായ ഘോഷയാത്രകൾ സംഘടിപ്പിച്ച് വലിയ വലിയ നിറപ്പകിട്ടുള്ള വർണ്ണപ്പകിട്ടുള്ള നയനമനോഹരമായ കൊടിതോരണങ്ങളും വർണ്ണബൽബുകളും അലങ്കരിച്ചു ദാനിച്ച് പ്രവാചക പ്രേമത്തിന്റെയും പ്രവാചക പ്രണയത്തിന്റെയും വലിയ ഒരു രാവുകളും പകലുകളും ഒക്കെ തീർത്ത് നമ്മളിങ്ങനെ ഒരു വിശ്രമത്തിന്റെ വക്കിലേക്ക് എത്തിരിക്കുന്ന ഈ പുണ്യ റബീഇന്റെ ഈ 12 കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സുന്നത്താണ് നമ്മുടെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചത്? ആലോചിച്ചു. ഏത് സുന്നത്താണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട പ്രവാചകന്റെ സുന്നത്ത് ഏത് സുന്നത്താണ് നമ്മൾ കൃത്യമായി
അനുധാവനം ചെയ്ത് അക്ഷരം പ്രതി പിൻപറ്റി ആ പ്രവാചകരോടുള്ള കടമ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ എത്രയും വേഗം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രവാചക സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അതല്ല, നമ്മൾ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകായോഗ്യരായി നമുക്ക് മാറാൻ കഴിയണം. നമ്മളെ കണ്ടൊരു സമൂഹം ആ രീതിയിൽ മാറണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സിന്റെ നിങ്ങളുടെ എനർജി, എന്റെ എനർജി, നിങ്ങളുടെ ആവേശം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങളുടെ ആമീൻ, നിങ്ങളുടെ ഇതൊക്കെയാണ് നമുക്കൊരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഒരു എനർജി, ഒരു ആവേശം വരുന്നത് അപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ ഈ വിഷയം കേൾക്കണം. മക്കൾ എന്താണ് അതുകൊണ്ട് ഇവിടെ വന്നാൽ പിന്നെ പോകാൻ പറ്റൂല കേട്ടാ. മൂത്രാവശ്യമൊന്നുമില്ല, സരിശിൽ പോലുണ്ട. ഇനി എനിക്ക് ആര് പോയാലും അവർക്ക് മൂത്രം അറച്ചു കിട്ടും. ഇത്രയും ആളുകൾ കാണുന്നത് പിന്നടിച്ചിട്ടില്ല. സരിശിൽ പോലുണ്ടെന്നേ ആയിരിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോയാൽ അവർ ആരും എണീക്കരുത്, ശ്രദ്ധിച്ചിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഹബീബായ നബിതങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങൾ, 30 ഭാഗമായി 114 അധ്യായങ്ങളിൽ 6660 ചില്ലുവാനം, അല്ലെങ്കിൽ 6666 ആയത്തുകൾ. ഈ ആയത്തുകളുടെ ഇടയിലൂടെ, വരികൾക്കിടയിലൂടെ നമ്മളൊരു പരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ 2 വ്യക്തികളാണ് ഖുർആനിൽ. പഠനം 1. വയല് കേട്ടുകൊണ്ട് ഖബറിന്റെ ഭീകരത, മുങ്കർ വരുന്ന രംഗം, നക്കീർ അടിക്കുന്നത്, റഖീബ് റഖീബ് എഴുതുന്നത്, കുന്തം കൊണ്ട് കുത്തുന്നത്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്, സിറാത്ത് വികരവേഗത്തിൽ ഓടുന്നത്, ഹൗദിൽ പോയി കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്നതല്ലേ. അതാകുമ്പോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ എത്ര നാളെ സുഖിക്കും നമ്മൾ? എത്ര നാൾ നമ്മൾ സുഖിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരു വഴത കഴിഞ്ഞ് പുറത്തു പോകുമ്പോ അതുവരെ അറിയാത്ത ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ ആ പഠനമാണ് നമുക്ക് അന്നത്തെ പ്രസംഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട്. നിങ്ങൾക്കൊന്നും അറിയാത്ത പൊട്ടന്മാരാണ്, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി, പഠിപ്പിക്കാനല്ല, ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു സങ്കല്പമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ 2 പേരുടെ പേരാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ 2 പേരിലും ഉത്തമമായ മാതൃകയുണ്ട്. 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരെ, 25ഓളം വരുന്ന പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അബൂൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മുതൽ കലീമുല്ലാഹി മൂസാ മുതൽ റൂഹുല്ലാഹി ഈസാ മുതൽ മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം മുതൽ ആദരവായ പ്രവാചകൻ ഹബീബുല്ലാഹ് നബിയു തഖലൈൻ ഇമാമുൽ മുത്തഖീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരിൽ 25ഓളം വരുന്ന പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിക്കുമ്പോൾ 2 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം, നമ്മുടെ ഖൽബിന്റെ രാജാവ്, നമ്മുടെ നേതാവ്, നമ്മുടെ വികാരം, നമ്മുടെ വിചാരം, മദീനയുടെ അമരക്കാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അൽ അഹ്സാബ് അധ്യായത്തിലൂടെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടാമതൊരു പ്രവാചകനെ അല്ലാഹു പറയുന്നത് സൂറത്തുൽ മുംതഹിനയിലാണ്. ആ പ്രവാചകൻ ആരെന്നറിയോ?
ഖദ് കാനത് ലക്കും ഫീ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് അല്ലാഹു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഖുർആൻ 2 അധ്യായങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ആ 2 പ്രവാചകന്മാരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇത് പറയുമ്പോൾ മറ്റ് പ്രവാചകന്മാരിൽ നമുക്ക് മാതൃകയില്ല എന്നർത്ഥം വരുന്നില്ല. ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരല്ലാത്ത ആളുകളുണ്ടല്ലോ. മഹാനായ സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിൽ പേര് പറഞ്ഞ ഏക സഹാബിയാ. ഖുർആനിലെ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി ആരാണെന്നറിയോ? അബൂബക്കർ അല്ല, ഉമർ അല്ല, ഉസ്മാൻ അല്ല, അലി അല്ല, തുൽഹ അല്ല, സഅദ് അല്ല, സഈദ് അല്ല, സുബൈർ അല്ല. ആരുടെ പേരാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ സഹാബി എന്നറിയോ? മഹാനായ സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു 8ാമത്തെ വയസ്സിൽ തന്റെ വാപ്പയുടെ കുടുംബത്തിൽ കാണാൻ വേണ്ടി പോകുമ്പോൾ വീട് കൊള്ളയടിക്കപ്പെട്ട സയ്യിദ് ഇബ്നുൽ ഹാരിസ് അവസാനം ചന്തയിലെ വിൽപ്പന ചരക്കായി മാറുമ്പോ ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മകൻ വന്ന് വാങ്ങിയിട്ട് അത് ഖദീജ ബീവി എന്ന തന്റെ അമ്മായിക്ക് സമ്മാനം കൊടുത്തിട്ട് 15ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി തങ്ങൾ ഖദീജയെ കല്യാണം കഴിക്കുമ്പോ ആ ഖദീജ ബീവിയുടെ സമ്മാനമായി റസൂലുള്ളാഹി സയ്യിദ് ഇബ്നു ഹാരിസിന്റെ 15ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന സയ്യിദ് ഇബ്നുൽ ഹാരിസ് നീണ്ട 15 വർഷം കഴിഞ്ഞിട്ട് 30ാമത്തെ വയസ്സ് സയ്യിദ് ഇബ്നുൽ ഹാരിസിന് എത്തുമ്പോഴാണ് പുണ്യപ്രവാചകന്റെ റിസാലത്ത് കിട്ടുന്നത്. അതുവരെയും റസൂലുള്ളാഹിയോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞ സയ്യിദ് ഇബ്നുൽ ഹാരിസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിൽ ഏക സഹാബിയുടെ പേരെ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. സൂറത്തുൽ അഹ്സാബിൽ തന്നെ സയ്യിദിന്റെ പേരാണ്. ആ സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിന് മാതൃകയില്ലെന്ന് ഖുർആൻ പറഞ്ഞില്ല. സഹോദരങ്ങളെ, സ്വാഹിബെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാതൃകയുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. നൂഹ് നബിയുടെ മാതൃകയുണ്ട്, അയ്യൂബ് നബിയുടെ മാതൃകയുണ്ട്, യാക്കൂബ് നബിയുടെ മാതൃകയുണ്ട്. ആരും അതിൽ തർക്കം പറയുന്നില്ല. പക്ഷേ 2 പ്രവാചകന്മാരുടെ പേര് അല്ലാഹു പറഞ്ഞിട്ട് പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. 2 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് മാതൃകയുണ്ട്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് മാതൃകയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിക്ക് നമ്മൾക്ക് റസൂലുള്ളാഹി മാതൃകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ ദാടിയാണോ വെച്ചിരിക്കുന്നത്? നമ്മൾ അങ്ങനെയാണോ മുടി വെട്ടിയിരിക്കുന്നത്? നമ്മൾ അങ്ങനെയാണോ തുണി എടുക്കുന്നത്? നമ്മൾ അങ്ങനെയാണോ വീട് ഭരിക്കുന്നത്? നമ്മൾ അങ്ങനെയാണോ വീട്ടിൽ പണിയെടുക്കുന്നത്? നമ്മൾ അങ്ങനെയാണോ മുണ്ടെടുക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. അല്ലാഹുവിന്റെ ഹബീബില് നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ എന്തുകൊണ്ട് നമുക്ക് മാതൃകയാകുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് മാതൃകയാകുന്നില്ല? അതെന്താ കാരണം അറിയോ? ഏത് അണ്ടനും അടകോടനും അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയായി ജീവിക്കാൻ പറ്റൂല. എന്താ പറ്റാത്തത്? ഈ 2 സൂറത്തിലും ഈ 2 പ്രവാചകന്മാരിലും നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലാഹു പറഞ്ഞത് 3 ക്വാളിഫിക്കേഷൻ വേണമെന്നാണ്. എല്ലാവർക്കും അങ്ങനെ പിൻപറ്റാൻ പറ്റൂല. 3 കൂട്ടർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കാൻ പറ്റുള്ളൂ. ഇബ്രാഹിം നബിയെ മാതൃകയാക്കാൻ പറ്റുന്നെങ്കിൽ 2 പ്രവാചകന്മാരെ നിങ്ങൾ മാതൃകയാക്കുന്നെങ്കിൽ 3 കൂട്ടം ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുള്ളൂ. അതാണ് എന്റെ വിഷയം. ആ 3 കൂട്ടം ആളുകളിൽ നമ്മൾ ഉൾപ്പെടണം. ആ 3 കൂട്ടരിലും നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. ആ ഒരു വിഷയം എന്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഉണർത്തി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നന്നായിട്ട് ആമീൻ പറ കേട്ടോ. നന്നായിട്ട് നിങ്ങളൊക്കെ വലിയ കുരുത്തക്കേടാണ്. ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്റെ ഇടതുഭാഗത്തേക്കുന്ന ഒരു മാമ അദ്ദേഹത്തിന്റെ വലത് കാലം കൊണ്ട് എന്റെ ഇടത്തെ കാലം ചവിട്ടി. എന്റെ വലതുഭാഗത്തേക്കുന്ന ഒരു മാമ അദ്ദേഹത്തിന്റെ ഇടത്തെ കാലം കൊണ്ട് എന്റെ വലത്തെ കാലം ചവിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ പോകും ഇറങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ നിന്നതാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മളിപ്പോ നാളെ ആരാമെന്ന് എങ്ങനെ അറിയാം?
ചായ കച്ചവടം ചെയ്ത ആളുകൾ പ്രധാനമന്ത്രിയാവുന്ന ലോകം ചെറിയ ചെറിയ കാര്യങ്ങൾ തുമ്പയിൽ സൈക്കിൾ ചവിട്ടി തുമ്പയിലൂടെ സൈക്കിൾ ചവിട്ടി പോയ ഒരു കറുത്ത തമിഴ്നാട്ടുകാരനായ തമിഴൻ പയ്യൻ തിരുവനന്തപുരത്ത് തുമ്പയിലൂടെ സൈക്കിൾ ചവിട്ടിപ്പോയ കറുത്തുണങ്ങി മെലിഞ്ഞുണങ്ങിയ പട്ടിണി പേക്കോലമായ ഒരു തമിഴൻ പയ്യൻ. ആ പയ്യൻ അദ്ദേഹത്തിന്റെ വാപ്പോടെ നല്ലൊരു ആലിമാണ്. ആ പയ്യൻ പിന്നെ ആരായി മാറി? തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയുടെ അനന്തപുരിയുടെ തിരുമാറിലൂടെ ഒരു പൊട്ടിയ സൈക്കിളില് ഒരു കറുത്ത തമിഴൻ പയ്യൻ ചവിട്ടി നടന്നു. ആ തമിഴൻ പയ്യൻ പഠിച്ച് കല്യാണം പോലും കഴിച്ചില്ല. പഠിച്ച് പിന്നീട് അവർ ആരായി മാറി എന്ന് ചോദിച്ചാൽ അബുൽ ബക്കീർ സൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ രാമേശ്വരത്തുകാരനായ APJ അബ്ദുൽ കലാം എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറി. തിരുവനന്തപുരത്ത് കൂടി സൈക്കിൾ ചവിട്ടി നടന്ന മനുഷ്യനാണ്. ട്രെയിനിൽ ചായ കച്ചവടം നടത്തിയ ആള് ആരായി? പ്രധാനമന്ത്രിയെ. അപ്പൊ മക്കൾ നാളെ ആരാകും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ കുരുത്തക്കേടുകളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് ക്ഷമയുണ്ട്. പക്ഷെ എങ്കിലും എണീറ്റ് പോകുമ്പോ നിങ്ങൾ അവരുടെ പിന്നാലെ കണ്ടു പോകുമ്പോ എന്റെ സ്വന്തമാകും. കുട്ടികൾ അങ്ങനെ പോട്ടെ, നിങ്ങൾ എന്നെ നോക്കിയിരിക്കണം, എങ്കിൽ എന്റെ സ്വന്തമാകില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നുവെച്ചാൽ നിങ്ങൾ ഓടൊന്നും വേണ്ട കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പറയുന്നവർക്ക് സമ്മാനം തരും കേട്ടാ. നിങ്ങൾക്ക് 2 പ്രവാചകന്മാരും മാതൃകയും, ആ 2 പ്രവാചകന്മാരിലും മാതൃകയും ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ 3 ക്വാളിറ്റി ഉള്ളവരായി മാറണം. തൊട്ടടുത്ത ആയത് 2 അധ്യായത്തിൽ പറഞ്ഞു. ആ 3 കൂട്ടം ആളുകളാണ്, അല്ലെങ്കിൽ ആ 3 ക്വാളിറ്റി ഉണ്ടായി. ആ 3 ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്തു വേണം? അതാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കുക. ഈ വിഷയം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം ആദരവായ പ്രവാചകനെ പിൻപറ്റുന്നവരാണ് ലോകത്ത് അധികം ആളുകളും. ലോകത്ത് ഇങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയുമോ? ലോകത്ത് നമുക്ക് ഇങ്ങനെ ഒരു നേതാവിനെ കാണാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ എന്റെ വഴി കേൾക്കാനുണ്ടാകും. ഇത് രാഷ്ട്രീയ വേദിയല്ല, മതപ്രസംഗമാണ്. സഖാവ് പിണറായി വിജയന്റെ നടത്തമോ ഹെയർ സ്റ്റൈലോ ഡ്രസ് കോഡോ ഒക്കെ ജീവിതത്തിൽ അത് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ അതങ്ങനെ ജീവിതത്തിൽ പകർത്തുന്നവരുണ്ടാവും. അല്ലെങ്കിൽ VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസുകാരുടെയോ ഒക്കെ ജീവിതത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ ഡ്രസ് കോഡോ നടത്തമോ ഒക്കെ അനുകരിക്കുന്ന കോൺഗ്രസുകാരുണ്ടാവും. പാണക്കാട് കുടുംബത്തെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ലീഗുകാരുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ കാവ്യമാധവനെ പോലെ സാരി ഉടുക്കും, ചിലപ്പോ സിനിമാ നടിമാരെ പോലെ ചുരിദാറിടും. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഫോളോ ചെയ്താലും ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒക്കെ ഒരു കാര്യത്തിലല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നുകിൽ അവരുടെ ഹെയർ സ്റ്റൈല്, ഒന്നുകിൽ അവരുടെ പിന്നെ ഏതെങ്കിലും ഒക്കെ ഒരു നടത്തം അല്ലേ പറ്റുള്ളൂ. മമ്മൂട്ടിയെ സ്നേഹിക്കുന്നു, ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ഫാൻസുകാരനോട് ചോദിക്കാൻ, നിന്റെ വീട്ടിൽ മമ്മൂട്ടി സ്വൽപ്പത്തിനോട് കാണിക്കുന്ന സ്നേഹം നിന്റെ ഭാര്യയോട് നിനക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. നീ മമ്മൂട്ടി ഫാൻസുകാരനാണ്, പക്ഷേ നിന്റെ മകനോട് കാണിക്കുന്നത് ദുൽഖർ സൽമാനോട് മമ്മൂട്ടി കാണിക്കുന്ന സ്നേഹമാണോ? അല്ല. പിന്നെന്ത് ഫോളോ ചെയ്യുന്ന നീ എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? എന്നാ ഇങ്ങോട്ട് വാ നിങ്ങളുടെ ശ്രദ്ധ. ലോകത്തുള്ള കോടിക്കണക്കിന് സത്യവിശ്വാസികൾ ബാത്റൂമിനകത്തേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ അവര് ചിന്തിക്കുകയാണ്, എന്റെ റസൂൽ എങ്ങനെയാ ബാത്റൂമിനകത്ത് കയറിയത്? ഇടത് കാല് വെച്ചിട്ടാണ് എന്റെ റസൂല് ബാത്റൂമിനകത്തോട്ട് കയറുന്നത്. ഞാനും അങ്ങനെ തന്നെ കയറുകയാണ്. ബാത്റൂമിനകത്ത് കയറിയിട്ട് വാഷ്റൂമിനകത്ത് ഇരിക്കുന്നത് എന്റെ റസൂല് എങ്ങനെയാണ്? ഇടതുഭാഗം ചരിഞ്ഞിട്ടാണ് എന്റെ റസൂല് ഇരിക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ദീർഘനേരം ഇരിക്കാൻ പാടില്ല, തലമുറയ്ക്കണം, സംസാരിക്കാൻ പാടില്ല. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ആ വലത് കാല് വെച്ച് ഞാൻ ഇതാ പുറത്തിറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ഒരിറക്ക് ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്തിൽ നിന്നുകൊണ്ട് കഴിക്കാൻ പാടില്ല, ഇരുന്നു കൊണ്ട് കഴിക്കണം. ഇരുന്നു കൊണ്ട്
കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം. ആ വലത് കൈ കൊണ്ട് തന്നെ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ആദ്യം ബിസ്മി ചൊല്ലണം, അവസാനം അൽഹംദുലില്ലാഹ് പറയണം. ഇടയ്ക്കെങ്ങാനും മറന്നുപോയാൽ, വിശപ്പിന്റെ ആദിക്കിട്ടാൽ ബിസ്മി എങ്ങാനും മറന്നുപോയാൽ, പാതി വഴിയിൽ പോടെങ്കിലും നീ മറന്നത് ഓർത്തെടുത്താൽ പറയണം ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. ഇങ്ങനെ നീ ഭക്ഷണം കഴിക്കുന്നതിൽ കൃത്യമായി റസൂലുള്ളാഹിനെ ഫോളോ ചെയ്തു. എന്നിട്ട് നിനക്ക് വല്ലാത്ത ക്ഷീണം ഉറങ്ങണമെന്ന മോഹം വന്നു. എങ്ങനെയാണ് ഉറങ്ങുന്നത്? നിന്റെ മുതുഭാഗം കിഴക്ക് വരുന്നു, നിന്റെ തലഭാഗം വടക്ക് വരികയാണ്, നിന്റെ കാലഭാഗം വരുന്നത് തെക്കാണ്. നിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നെഞ്ചുമുഖവും തിരിച്ചു വെച്ചിട്ട് വലതുഭാഗം ചരിഞ്ഞിട്ട് നിന്റെ വലത്തെ കൈവെള്ളയിൽ നിന്റെ വലത്തെ കവിൾത്തടത്തെ ചേർത്ത് വെച്ചിട്ട് കിടക്കുകയാണ്. ആ കിടക്കയിൽ നീ ചൊല്ലുന്ന ദുആ ചെയ്യുകയാണ്. ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ നീ ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പടച്ചവനെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് റൂഹ് തിരിച്ചു തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് നീ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. വാഹനത്തിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ചെരുപ്പിടുന്നു. ആ ചെരുപ്പിടുന്ന സമയത്ത് ആ ദിക്ർ ചൊല്ലുന്നു. അപ്പോഴാണ് നീ ഡ്രസ് ഒന്ന് മാറ്റണമെന്ന മോഹം വന്ന് ഡ്രസ് മാറ്റുമ്പോൾ വേറെ ദുആ, അത് കഴിഞ്ഞിട്ട് വാഹനം കയറുമ്പോ ദുആ, എന്നിട്ട് വാഹനം കയറ്റം കയറി പോകുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എവിടുന്ന് ഇറക്കത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പറയണം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ പോയി യാത്ര കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ പലരെയും കണ്ടു. എല്ലാവരോടും പുഞ്ചിരി നോക്കിയിട്ട് സംസാരിക്കണം. എന്നിട്ട് കഴിയുന്നവരുടെയൊക്കെ കൈപിടിച്ചിട്ട് മുസാഫഹ ചെയ്യണം. അങ്ങനെ 20 വിരലുകളിലൂടെ പാപത്തിന്റെ കറകൾ ഇട്ടിട്ട് താഴെ വീടുകയാണ്. എന്നിട്ട് ആരെ കണ്ടാലും സലാം പറഞ്ഞുകൊണ്ട് സംസാരിക്കണം. എന്നിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോ ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹമിദൂ, ഒരാപത്തും അപകടവുമില്ലാതെ നടുറോഡിൽ ചീനിപ്പാല് പോകുന്ന വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് എത്രയോ കുടുംബങ്ങൾ മരിച്ചു പോകുമ്പോ ഒരാപത്തുമില്ലാതെ എന്നെ തിരിച്ചെന്റെ കുടുംബത്തിലെത്തിച്ച പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തി റാഹത്താവുന്നു. എന്നിട്ട് നിന്റെ ഭാര്യയോടൊപ്പം നീ രമിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കിടക്കറയിലേക്ക് നീ പോകുമ്പോ ആ സമയത്ത് നിന്റെ ഭാര്യയും നീ തമ്മിൽ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളതയിലേക്ക് പോകുമ്പോ അവിടെയും നിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു. ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ജീവിതം നമ്മുടെ ജീവിതമായി മാറുന്ന ലോകത്ത് ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ സയ്യിദുൽ വറാനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുമില്ല, ഒരു സംഘടനാ നേതാക്കന്മാരുമില്ല. പ്രിയപ്പെട്ടവരെ, ശ്രീ നാരായണ ഗുരുവിനെ അംഗീകരിക്കുന്ന നാരായണീയർക്ക് കഴിയുമോ ഇങ്ങനെ പിൻപറ്റാൻ? ഒരിക്കലും കഴിയില്ല സഹോദരങ്ങളെ. ലോകത്ത് ഈസാ നബി അംഗീകരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പറ്റുമോ? മൂസാ നബിയെ പിൻപറ്റുന്ന ജൂതന്മാർക്ക് പറ്റുമോ? ഒരൊറ്റ പ്രവാചകന്മാരുടെയും അനുയായികൾക്ക് അതിന് കഴിയില്ല. എല്ലാവരും ഒരേപോലെ, ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ ഒരേപോലെ പിൻപറ്റുന്ന, ഫോളോ ചെയ്യുന്ന, അനുധാവനം ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി പ്രധാനത്തിന്റെ പ്രോക്ഷണ നാമമാണ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ നഖം വെട്ടണമെന്ന് പഠിപ്പിച്ചു തന്നു. തന്റെ ചൂണ്ടുവിരൽ, വലത്തെ കൈയുടെ ചൂണ്ടുവിരലാണ് ആദ്യം വെട്ടേണ്ടത്. അവിടുന്ന് അടുത്ത ഉസ്തയിലേക്ക് പോകണം. പിന്നെ അങ്ങനെ ചെറിയ വിരലിലേക്ക് എത്തിയിട്ട് പിന്നെ വരേണ്ടത് തള്ളവിരലാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് വീണ്ടും അങ്ങനെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത് മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഒരു തലമുറ ഈ ലോകത്ത് പിൻപറ്റപ്പെടുന്ന ഒരേ ഒരു നേതാവ് നിബിധങ്ങളാണെങ്കിൽ കോടാനകോടി സംവിധാനങ്ങൾ, അനുയായികൾ ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പത്തനംതിട്ട ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട കാട്ടൂരിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കങ്ങനെ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ വന്നാൽ, ഇന്നലെ ഈ സദസ്സിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ ബിസ്മി ചൊല്ലി നിങ്ങൾക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത്. കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താ, നിങ്ങൾക്ക് പ്രവാചക സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, സ്നേഹമുണ്ട്.
നബി തങ്ങൾ അനുയായി അല്ലാത്തത് കൊണ്ടാണോ? അല്ല, അനുയായിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയേക്കാൾ നബി പ്രിയങ്കരനല്ലേ? ആണ്. നിങ്ങളുടെ ഉമ്മയേക്കാൾ, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ, നിങ്ങളുടെ ഭാര്യയേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങൾക്ക് റസൂലുള്ള ഏറ്റവും മുഖ്യ ഘടകമല്ലേ? ആണ്. പക്ഷെ എന്തുകൊണ്ടായിരുന്നു വെള്ളം കുടിച്ചപ്പോഴേക്ക് ബിസ്മില്ലാഹ് കഴിയാതെ വന്നത്? വാഹനം കയറിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഏതോ ഒന്ന് നിങ്ങൾക്കില്ല. അതാണ് ഖുർആൻ. ഖുർആൻ ഇത് ഖുർആനാണ്. ഒരു തർക്കവും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇല്ല, ഒരു സംശയവും അക്കാര്യത്തിലില്ല. എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്റെ കാര്യങ്ങളിൽ എന്റെ റസൂൽ എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും കർമ്മങ്ങളിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഏതോ ഒരു ക്വാളിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എത്ര നാൾ നമ്മളിനി വഴതു പറയും, എത്ര നാൾ നമ്മളിനി പ്രസംഗിക്കും, എത്ര നാൾ നമ്മൾ ജീവിക്കുമെങ്കിൽ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അടുത്ത സെക്കൻഡിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്നെ കാത്തിരിക്കും. എനിക്ക് അവിടെ എത്താൻ പറ്റുമോ? അള്ളാഹു ഉദ്ദേശിക്കാതെ ഞാൻ എങ്ങനെ എത്തുക? എന്ത് ഗ്യാരണ്ടിയാ എനിക്കുള്ളത്? നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, ഒന്നുമില്ലാത്ത മനുഷ്യർ. ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ചുരുക്കി ഞാൻ പറയും, വിശദീകരണങ്ങൾ ഒന്നുമില്ലാതെ. അതിൽ ഒന്നാമതായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിലും ഇബ്രാഹിം നബിയിലും നമുക്ക് മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഭാഗ്യം അല്ലാഹു തആല കൊടുക്കൂല. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കൊടുക്കൂല. അല്ലാഹു പറയുന്നു, 3 കൂട്ടം ആളുകൾക്ക് മാത്രമേ റസൂലുള്ളാഹി ഇബ്രാഹിം നബിയൊക്കെ പിൻപറ്റാൻ കഴിയുള്ളൂ. മറ്റു പ്രവാചകന്മാരെയൊക്കെ പിൻപറ്റാൻ കഴിയുന്നത് 3 കൂട്ടം ആളുകൾക്കാണ്. അതിൽ ഒന്നാമത്തേത് അല്ലാഹു പറയുകയാണ്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ഈ 3 ക്വാളിറ്റി ആരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ, ആ 3 ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ട പെങ്ങളെ നമുക്ക് വേണ്ടത്. അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. അല്ലാഹുവിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. ഏത് വിഷയത്തിലാണ് പഠിച്ചവരിൽ നമുക്ക് പ്രതീക്ഷ വേണ്ടതെന്നറിയോ? റജാ വേണ്ടത് ഏത് വിഷയത്തിലാണെന്നറിയോ? നമുക്ക് ഏതെങ്കിലും ഒരു സുപ്രധാനമായ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഗതി നഷ്ടപ്പെട്ടു പോവുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ മനസ്സിൽ ഒരിക്കലും പടച്ചവരെന്നെ കൈവിട്ടു എന്ന ഒരു തോന്നലുണ്ടാകാൻ പാടില്ല. ഭർത്താവിന്റെ ജോലി കിട്ടാതെ പോയി, ഭാര്യയ്ക്ക് ഉദ്യോഗം കിട്ടാതെ പോയി, മക്കൾക്ക് നല്ല അഡ്മിഷൻ കിട്ടാതെ പോയി, അതല്ലെങ്കിൽ നല്ല വിസ കിട്ടാതെ പോയി, അല്ലെങ്കിൽ ചോദിച്ച് അന്വേഷിച്ചു പോകുമ്പോ ആ പ്രിയ പ്രധാനപ്പെട്ട ഉദ്ദേശിച്ച ജോലി കിട്ടാതെ പോയി. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല എന്നെ റബ്ബ് കൈവിട്ടോ എന്ന്. ഇല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അറിയുമോ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് കരഞ്ഞു കരഞ്ഞ് അവസാനം കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തിട്ട് കണ്ണിന്റെ കാഴ്ച പോയ ചരിത്രം നിങ്ങൾക്കറിയോ? ഏതെങ്കിലും ഒരാളുടെ വിയോഗത്തിൽ ഒരാളെ കരഞ്ഞ് 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 അവസാനം അയാളുടെ കണ്ണ് വെളുത്തു പോയ ഖുർആനിന്റെ കഥ പറയുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് യൂസുഫ് എന്ന സുന്ദരനായ ആ മകനെ നഷ്ടപ്പെട്ടു പോകുമ്പോ ആ പൊന്നുമോന്റെ വിയോഗത്തിലെ വേർപാടില് കളം കെട്ടിയിട്ട് വിഷണ്ണനായിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് 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 പുറത്തിറങ്ങാതെ കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തു പോവുകയാണ്. ഖുർആനിന്റെ വചനമാണ്. അവസാന കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവസാന കാഴ്ചയില്ലാത്തൊരവസ്ഥ യാക്കൂബ് നബിക്ക് വന്നു. സഹോദരങ്ങളെ, മക്കളോട് പറഞ്ഞതെന്നറിയോ? എന്റെ പൊന്നുമക്കളെ, ചെല്ലൂ, നിങ്ങൾ എന്റെ പൊന്നുമോൻ യൂസുഫിനെ നിങ്ങൾ അന്വേഷിക്കുമോ? മിസ്രിന്റെ താഴ്വരകളിലും ഈജിപ്തിന്റെ പ്രവിശ്യകളിലും പ്രാന്തപ്രദേശങ്ങളിലും മരുഭൂമിയിലും മലമടക്കുകളിലും കാനനങ്ങളിലും വനങ്ങളിലും
നിങ്ങളൊന്ന് ചൊല്ലുവോ? നൈലിന്റെ തീരങ്ങളിൽ നിങ്ങൾ ചൊല്ലുവോ? എവിടെ പോയാലും എന്റെ പൊന്നുമോനെ ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ പോകുമോ എന്ന് നല്ല എല്ലാ സിബത്തുമൊത്ത 10 സഹോദരങ്ങളടങ്ങുന്ന യാക്കോബ് നബിയുടെ പൊന്നുമക്കളോട് യാക്കോബ് നബി അലൈഹിസ്സലാം പങ്കുവെക്കുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ നിങ്ങൾക്ക് ഭ്രാന്താണോ? വാപ്പാ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഈ മക്കളായ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചല്ലേ യൂസുഫിനെ ചെന്നായ വിളിച്ചത്? ഞങ്ങളുടെ പൊന്നുമോനും കുഞ്ഞിനും യൂസുഫിനെ ചെന്നായ കടിച്ചു പറിക്കുമ്പോ ഞങ്ങള് എല്ലാം മൂകസാക്ഷികളല്ലേ? എല്ലാം ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് കടിച്ചു കീറിയതിന്റെ ബാക്കി ആ ചോരപുരണ്ട കുപ്പായ ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നതല്ലേ? പിന്നെയും നിങ്ങളെ യൂസുഫിനെ കാത്തിരിക്കുകയാണോ? ഞങ്ങൾ ലൈവായിട്ട് കണ്ടതല്ലേ വാപ്പാ യൂസുഫ് മരിക്കുന്നത്? കള്ളത്തരം പ്രചരിപ്പിച്ചവരാണ്. കഥ നിങ്ങൾക്കറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് കള്ളത്തരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ യാക്കോബ് നബിയോടും മക്കൾ പറയുന്നു, വാപ്പാ ഞങ്ങളുടെ കൺമുമ്പിലല്ലേ യൂസുഫ് മരിച്ചത്? പിന്നെങ്ങനാണ് വാപ്പാ ഞങ്ങൾ അന്വേഷിക്കാൻ പോവുക? ആ സമയത്ത് മക്കളുടെ വാക്ക് കേട്ടിട്ട് പോട്ടെ എന്ന് വാപ്പ പറഞ്ഞില്ല. ശ്രദ്ധയോടെ കേൾക്കണേ പൊന്നുമക്കളെ, നിങ്ങൾ പോകണം, അന്വേഷിക്കണം. പടച്ചവന്റെ കാരുണ്യത്തിൽ കരുണയിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം സത്യനിഷേധികൾക്ക് മാത്രമേ പടച്ചവന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് പോകൂ മക്കളെ, അന്വേഷിക്കൂ എന്ന് പറയുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമെന്ന് അല്ലാഹു തന്നെ കൈയൊഴിയില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ യാക്കോബ് നബി ഇരിക്കുമ്പോ യാക്കോബ് നബി സങ്കടത്തിന്റെ എല്ലാ വേദനകളുടെയും എല്ലാ സങ്കടങ്ങളുടെയും മാറാപ്പ് അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇന്നമാ അശ്കൂ ബക്തി വ ഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇതാ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ ദുഃഖമെല്ലാം പടച്ചവന് കേട്ടോ. ആ യാക്കോബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഉത്തരം കൊടുക്കുകയാണ്. അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്. അല്ലാഹ് കൈവിടൂലടാ, പോയി നോക്കണ മക്കളെ നിങ്ങള്. എന്തൊരു മനുഷ്യനാണ് യാക്കോബ് നബി അലൈഹിസ്സലാം. ലൈവായിട്ട് കണ്ട ആ മക്കള് പറയുന്നു അത് തെറ്റിദ്ധാരണയാണ്, കള്ളത്തരമാണ്, പൊട്ടക്കണ്ണിലേക്ക് വലിച്ചത് മറ്റൊരു വിഷയം. അത് മറ്റൊരു വിഷയം. യാക്കോബ് നബി അലൈഹിസ്സലാം അസ്തറയിൽ നാട് 40 കൊല്ലം കാത്തിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പടച്ചവനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. അമ്മക്കാണെങ്കിലോ വെള്ളിയാഴ്ച ഉസ്താദിന്റെ കയ്യിൽ 100 രൂപ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ മോനൊരു വിസ ശരിയാവുന്നുണ്ട്, ദ്വാരക്കണം. ഉസ്താദ് 5 മിനിറ്റ് ദ്വാരന്നു. തിങ്കളാഴ്ച അറിയാം ഉസ്താദെ, തിങ്കളാഴ്ച മകനെ പള്ളിയിലൊന്നും പറഞ്ഞു, കിട്ടിയില്ല ഉസ്താദെ. ഉസ്താദ് പറഞ്ഞു വെള്ളിയാഴ്ച ഒന്നുകൂടെ കൊടുത്തു. അടുത്ത വെള്ളിയാഴ്ച 100 രൂപ കൊണ്ട് കൊടുത്തു. ഉസ്താദെ ദ്വാരക്കണേ. പള്ളി കമ്മിറ്റി റെസീപ്റ്റ് എഴുതി കൊടുത്തു. ആ വെള്ളിയാഴ്ച നന്നായിട്ട് ഉസ്താദ് ദ്വാരന്നു. തിങ്കളാഴ്ച അറിയാം, തിങ്കളാഴ്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഇപ്പോഴും കിട്ടിയില്ല. 3ാമത്തെ വെള്ളിയാഴ്ച അദ്ദേഹം വീണ്ടും 100 രൂപ കൊടുത്തു. ആ 100 രൂപ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചു. തിങ്കളാഴ്ച അറിയാം വിവരം, മഗ്‌രിബിന് മുഖം കടന്നൽ കുത്തിയതുപോലെ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്തിനാ എന്റെ 300 രൂപ നഷ്ടപ്പെടുത്തിയത്? ഒരു ഉപയോഗമില്ല, നിങ്ങളുടെ ദ്വാരത്തിന്റെ കാര്യമില്ല, പള്ളിക്ക് കൊടുത്തിന്റെ കാര്യമില്ല, പടച്ചോ വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന നമുക്കൊന്നും തരൂല എന്ന് പറഞ്ഞിട്ട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞിട്ട് പടച്ചവനുള്ള റജാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾക്കും റസൂലുള്ളാഹിനെ പിൻപറ്റാൻ പറ്റില്ല. പോത്തിനെ ചാത്തപ്പുരത്ത് മനുഷ്യ. ഈ വിശ്വാസം ഇല്ലാത്തവരെ എങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ പിൻപറ്റാൻ കഴിയും? ഒന്നാമത് വേണ്ടത് എന്ത് നഷ്ടപ്പെട്ടാലും അതിൽ എനിക്ക് നഷ്ടപ്പെടൂല എന്നൊരു റജാ. എനിക്ക് നഷ്ടപ്പെടൂല, അള്ളാഹു തരും. ആ ഒരു പ്രതീക്ഷ ഞാൻ പറഞ്ഞ അങ്ങനെ കാട് കയറി പോകുന്നത് പത്തനംതിട്ട ജില്ലയും കൂടിയാണ്, പ്രത്യേകിച്ച് കാടിനിടയിലാണ്. അപ്പൊ അതുകൊണ്ട് കാട് കയറിയ പുറത്തിറങ്ങാൻ വലിയ പാടാണ് ഈ വിഷയത്തിൽ. എന്റെ ഓർമ്മ ശരിയാണ്. ഉമ്മു സലമ, അതെ ഉമ്മു സലമ തന്നെ. അബൂ സലമ മരണപ്പെട്ടു. നല്ല മനുഷ്യനാണ്. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അല്ലാഹുമ്മ അജ്രിനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇത് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായ അല്ലാഹു തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മു സലമ ഇത് ചൊല്ലി. ഉമ്മു സലമ ഈ ദിക്ർ ചൊല്ലി. അബൂ സലമ മരിച്ചു. ഉമ്മു സലമ പിന്നീട് എഴുന്നേൽക്കുന്നതിനിടയിൽ ആലോചിച്ചു, പടച്ചോനെ എന്റെ അബൂ സലമയേക്കാൾ ഖൈറായ ആളും മദീനയിൽ വേറെ ആരെ കിട്ടാനായി എനിക്ക്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇത് ചൊല്ലിയാൽ അതിനേക്കാൾ ഖൈറായ ഒരാളിനെ കിട്ടുമെന്നല്ലേ. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടൂല. കാത്തിരുന്നു. അവസാനം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അബൂ സലമയേക്കാൾ ഖൈറായ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു പ്രതീക്ഷ 40 കൊല്ലെടുത്തു. യാക്കൂബ് നബി ആ 40 കൊല്ലത്തിനിടയിൽ പണി അവസാനിപ്പിച്ചില്ല. മക്കളെ കാണുമ്പോൾ പിന്നെ മക്കളെ ബാപ്പയെ കാണാതെയായി. കണ്ടുകൊണ്ടല്ലോ മക്കളെ മണം അടിച്ചാ പറയടാ പോയി നോക്കടാ യൂസുഫിനെ. ഈ കിളവന്റെ കാര്യം അവർ പറയാ, ഈ കിഴവന്റെ കാര്യം, ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞ കിളവൻ, നിങ്ങൾക്ക് ഈ പ്രായം കൂടിയതിന്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ കൺമുമ്പിൽ ലൈവായിട്ട് ഞങ്ങൾ കണ്ടു മരിക്കുന്നത്, പിന്നെങ്ങനെ ഞങ്ങൾ പോയി നോക്കും? എടാ, പടച്ചോന്റെ കാരണത്തിൽ നിരാശപ്പെടാൻ പാടില്ല. നിങ്ങൾ പോയാൽ മതി, അള്ളാഹു കാണിച്ചതെന്ന് പറഞ്ഞു. 40 കൊല്ലം കഴിഞ്ഞ് അള്ളാഹു യൂസുഫ് നബിയെ തിരിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്ത് നഷ്ടപ്പെട്ടാലും ഒരു നഷ്ടബോധം തോന്നരുത്. എന്റെ റബ്ബ് എനിക്ക് തരും, എന്റെ റബ്ബ് എനിക്ക് തരും. ഇനി ഒരു രോഗമാണെന്നിരിക്കട്ടെ, ഇതിൽ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ വിലപിടിപ്പുള്ളതാണ്. ഇനി ഒരു രോഗമാണെന്നിരിക്കട്ടെ, ഒരു രോഗം അള്ളാഹു. എനിക്കൊരു കാസർഗോഡ് ടൈമില്ലല്ല, കാസർഗോഡ് ജില്ലക്കാരനായ എന്റെ ഒരു സുഹൃത്ത്, ഞാൻ കാസർഗോഡ് ജില്ലയിൽ എവിടെ പോയാലും ആ സഹോദരനോടൊപ്പമാണ് താമസിക്കുക. നല്ല ദീനിയായ കുടുംബമാണ്. അദ്ദേഹമാകട്ടെ എപ്പോഴും തൊപ്പി വെച്ച് നടക്കുന്ന നല്ല സാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മുസല്ലയിൽ ഇറങ്ങിയാൽ പിന്നെ നേരെ പോകുന്ന കിച്ചണിലാണ്. കിച്ചണിൽ നിന്ന് കയറിയാൽ പിന്നെ പോകുന്ന മുസല്ലയിലാണ്. എപ്പോഴും ഇബാദത്താണ്. 4 മക്കളുണ്ട്, 3 പെണ്ണും 1 ആണും. മൂത്ത മകളെ കല്യാണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടും എന്നെ കുറ്റപ്പെടുത്താത്ത എന്റെ ദാസ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം. അങ്ങനെ ഒരു പ്രതിസന്ധി കാട്ടൂരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഭാര്യമാർ ഉപേക്ഷിച്ചു പോയിട്ട് റബ്ബേ നീ എന്നെ എന്തിനാ പരീക്ഷിക്കുന്നത് ചോദിച്ചില്ല. മക്കൾ മരിച്ചൊടുങ്ങിയപ്പോൾ എന്നെ എന്തിനാ നീ പരീക്ഷിക്കുന്നത് ചോദിച്ചില്ല. കൃഷിയിടങ്ങൾ നശിച്ചപ്പോൾ റബ്ബേ നീ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത് ചോദിച്ചില്ല. ശരീരത്തിൽ രോഗം പിടിപെട്ട് എല്ലുരുക്കെന്ന രോഗം പിടിപെട്ട് ആ ശരീരം മുഴുവനും തിന്നപ്പെടുമ്പോൾ ചോദിച്ചില്ല. അപ്പോഴും പറഞ്ഞതെന്താണ്? റബ്ബി നീ മസ്സനിയല്ലുറു, കുറച്ച് ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് തമ്പുരാനെ. പക്ഷെ നീ കരുണാമയനാണ്, നീ കാരുണ്യമുള്ളവനാണ് തമ്പുരാനെ. ഈ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞപ്പോ പ്രതീക്ഷയുടെ പര്യായമായ റജാഇന്റെ പര്യായമായ അയ്യൂബ് നബിക്ക് സർവ്വതും അല്ലാഹു തിരിച്ചു കൊടുത്തു പെങ്ങളെ. അതുകൊണ്ട് ഏതെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ അയ്യൂബ് നബിയുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തെടുക്കുക. പ്രതിസന്ധികൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടം വരുമ്പോ മഹാനായ യാക്കൂബ് നബി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കുക. ഇനി ഞാൻ പറയട്ടെ, പടച്ചവരിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുറുകെ പിടിക്കാൻ ഇനി നമ്മുടെ മുമ്പിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരാളെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവൻ മദ്യപാനിയാണ്, MDMA ഉപഭോക്താവാണ്, കഞ്ചാവ് കച്ചവടക്കാരനാണ്, കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാ, പലിശക്കാരനാണ്. എല്ലാ താന്തോന്നിത്തരവും അവന്റെ കയ്യിലുണ്ട്. തോന്നിയാസങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങൾ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എനിക്ക് എങ്ങനെയാണ് പള്ളിയിൽ കയറാൻ കഴിയുക? ഞാൻ അങ്ങനെ പള്ളിയിൽ വരും. ഞാൻ തോന്നിയാസം ചെയ്തവനല്ലേ, ഞാൻ കള്ളു കുടിച്ചവനല്ലേ, കഞ്ചാവ് കൃഷി ചെയ്തവനല്ലേ. അതുകൊണ്ട് എന്നെ പള്ളിയിൽ കിട്ടൂല എന്ന് പറയുന്നു. എത്ര വലിയ ഏതൊക്കെ തെറ്റുകൾ ചെയ്തു പോയാലും പ്രിയപ്പെട്ട ഉമ്മ, നാളെ പടച്ച തമ്പുരാന്റെ റഹ്മത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോ, അവരിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോ ഞാൻ ഒരു തെറ്റുകാരിയായി പോയി എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. കാട്ടൂരിൽ നിങ്ങളാരും ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തിയോളം തെറ്റ് ചെയ്തവരല്ല. ആരാ തെറ്റുകാരനെന്നറിയോ? സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖത്തിന് കാരണമായ തന്റെ
പ്രിയപ്പെട്ട കൊച്ചാപ്പ അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോൻ അബൂ ത്വാലിബിന്റെ സഹോദരൻ അബ്ദുള്ള എന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനായ സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല നബിനെ ക്രൂരമായി കൊന്നൊടുക്കിയ മനുഷ്യനെ അറിയോ? ആരാണ് ഹംസത്തുൽ ഖറാറിനെ കൊന്നതെന്നറിയോ? ഹിന്ദെന്ന് പറയുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് കള്ളും പണവും വാങ്ങിയിട്ട് ചാട്ടുളി വിചഗ്നനായ വഹിഷി എന്ന് പറയുന്നയാളാ ഹംസ തങ്ങളെ കൊന്നത്. ഹംസ തങ്ങളുടെ രക്തസാക്ഷിത്വം റസൂലുള്ളാഹിനെ സങ്കടപ്പെടുത്തിയെന്ന് മാത്രമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായി വാപ്പയുടെ സഹോദരി ഹംസയുടെ പെങ്ങള് കയറി വരുന്ന സമയത്ത് അവരുടെ മോനോട് പറഞ്ഞു, മോനെ ഉമ്മയെ തടഞ്ഞു നിർത്തും പോലെ ഹംസയുടെ ശരീരം കണ്ടാ നിന്റെ ഉമ്മ സഹിക്കൂല, ഹംസയുടെ ശരീരം കണ്ടാ നിന്റെ ഉമ്മ തളർന്നു പോകും. എന്താ ഹംസയെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഉഹദ് യുദ്ധത്തിന്റെ കഥ പറയുമ്പോ, വിശുദ്ധ ദീനിന്റെ ഉഹദിന്റെ കഥ പറയുമ്പോ ഹംസത്തുൽ ഖറാർ നേരിട്ട അവസ്ഥ എന്താണെന്നറിയോ? സഹോദരങ്ങളെ, ചാട്ടുളി വിദഗ്ധനായ വഹിഷി വരുന്നു. ഉഹദിന്റെ മൈതാനത്തിൽ വെച്ച് ഹംസ തങ്ങളെ കൊല്ലുന്നു. എങ്ങനാ കൊല്ലുന്നത്? കൈകാലുകൾ മുറിച്ചെടുത്തു, കണ്ണ് ചൂണ്ടെടുത്തു, മൂക്ക് ഛേദിച്ചെടുത്തു, നാവ് വലിച്ച് പിഴു പുറത്തേക്കിട്ടു, കാത് മുറിച്ചെടുത്തു. എന്നിട്ടോ സഹോദരങ്ങളെ നെഞ്ചു വെട്ടി പിടർത്തിയിട്ട് പിടർത്തി വെച്ചിട്ട് കൊടമാലയെടുത്ത് ഹാരമണിഞ്ഞു. എന്നിട്ട് ഹംസത്തുൽ ഖറാർ തങ്ങളുടെ നെഞ്ചത്തേക്ക് കയറി നിന്നിട്ട് ആ തലയോട്ടി എടുത്തിട്ട് തലയോട്ടി പൊട്ടിച്ച് തലച്ചോറ് വായിട്ട് ചവച്ചു തുപ്പി. എന്നിട്ട് ആ തലയോട്ടിയിൽ കർവഴിച്ചിട്ട് കുടിച്ച് നൃത്തം ചെയ്ത വഹിഷി എന്ന വ്യക്തി ഘാതകനാണ്, ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകിയ. ഇങ്ങനെ ഒരു കൊല ലോകത്ത് നടന്നിട്ടില്ല. ഫലസ്തീനിൽ നമ്മൾ കാണുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര ഹീനമായ കൊലപാതകം നമ്മൾ കണ്ടിട്ടില്ല. ആ രീതിയിൽ കൊല്ലപ്പെട്ടതോ ഏതെങ്കിലും ഒരാളല്ല, പൊന്നാര നബി തങ്ങളുടെ കൊച്ചാപ്പ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് കൊന്നുകളഞ്ഞത്. ആ ഹംസ തങ്ങളെ കൊന്നുകളഞ്ഞ ഘാതകനായ വഹിഷി ഒരു ദിവസം മദീനയിൽ വന്നിട്ട് ചോദിക്കുന്നു, കത്തെഴുതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, മുഹമ്മദേ നബിയേ, എനിക്ക് മുസ്ലിമാകാൻ പറ്റുമോ? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എനിക്ക് മുസ്ലിമാകണമെന്ന കൊതിയുണ്ട്, പറ്റുമോ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, പറ്റും വഹിഷി. കൊച്ചാപ്പയുടെ കാലയുടെ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് പ്രതികാരം ചെയ്യാനുള്ള മനസ്സ് നബിക്ക് തങ്ങൾക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹിഷിയോട് വരൂ, വഹിഷി ഇസ്ലാമിലേക്ക് വരുമോ? ആ സമയത്ത് വഹിഷി എന്ന വ്യക്തി പറയുന്നു, പക്ഷേ എനിക്ക് ഒരു ആയത്ത് തടസ്സമാണ്. ഒരായത്ത് ഓതുമ്പോൾ എനിക്ക് മുസ്ലിം ആകാൻ കഴിയില്ലെന്ന ബോധം വരികയാണ്. ഏതായത്താണെന്ന് ചോദിക്കുമ്പോൾ കത്തിലൂടെ വഹിഷി നിബിതങ്ങളോട് പറയുന്നു, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യസ്നൂൻ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഈ ആയത്ത് ഓതുമ്പോൾ എനിക്ക് മുസ്ലിമാകാൻ പറ്റൂലെന്നാ തോന്നുന്നത് നബിയെ. എന്താ ആയത്തിന്റെ അർത്ഥം അറിയോ? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാത്തവർ. വഹിഷിയോ ആരാധിച്ചിട്ടുണ്ട്. വദ്ദിനെയും യഹൂസിനെയും യഊഖിനെയും നസ്റിനെയും ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിച്ച വഹിഷി. വഹിഷി പറയുന്നു, ഞാൻ ആ ഗണത്തിലല്ലേ. പിന്നെന്താ പറഞ്ഞത്? വലായസിനോൻ വിഭജിക്കാത്തവർ. ഞാൻ ഒത്തിരി വിഭജിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? ഒരാൾ കൊല്ലാത്തവൻ. ഞാൻ കൊന്നില്ല അങ്ങയുടെ കൊച്ചാപ്പയെ, അപ്പൊ ഞാൻ എങ്ങനെ മുസ്ലിമാകും? ന്യായമായ ചോദ്യമല്ലേ? ഉറക്കം ന്യായമായ ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ ഖാസിമിനോട് പറഞ്ഞു, സൂറത്തുൽ ഫുർഖാൻ ആയത്താണ്, അതിന്റെ തൊട്ടടുത്തുള്ള മറുപടി കൊടുക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിയുടെ കാത്തിബ് മറുപടി എഴുതി, വഹിഷി, നിങ്ങൾ പറയുന്നല്ലോ മുസ്ലിം ആകണമെന്ന്, പക്ഷേ ബഹുദൈവ ആരാധനയും വ്യഭിചാരവും കൊലയും നിങ്ങൾക്ക് തടസ്സമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഏതാ അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. അടുത്ത
ഒരൊറ്റ ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. എന്താ? എത്ര വലിയ തെറ്റ്! നിങ്ങളിപ്പോ ബഹുദൈവ വിശ്വാസം പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരം പറഞ്ഞു, നിങ്ങൾ കൊലപാതകം പറഞ്ഞു. എന്നാൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇല്ലാമൻ താബ, തൗബ ചെയ്താൽ രക്ഷപ്പെടാം. വആമന, മുസ്ലിമായാൽ മുഅ്മിനായാൽ രക്ഷപ്പെടാം. വഅമില അമലൻ സ്വാലിഹാ, സൽക്കർമ്മം ചെയ്താൽ രക്ഷപ്പെടാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. പിന്നെന്താ നിങ്ങൾക്ക് സങ്കടം? വാഹിഷി കത്ത് വായിച്ചിട്ട് അടുത്ത ചോദ്യം, നബിയെ നിങ്ങൾ എഴുതിയല്ലോ ഞാൻ തൗബ ചെയ്തോളാം, ഞാൻ മുഅ്മിനായിക്കൊള്ളാം. പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യം വഅമില അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ എങ്ങനെ എനിക്ക് അല്ലാഹു മാപ്പ് തരും, ഞാൻ മുസ്ലിമാകും? ചോദ്യം അടുത്തത് നബി ഞങ്ങൾ വായിച്ചു. എന്നിട്ട് സൂറത്തുൽ നിസായിലെ ഒരു ആയത്ത് മറുപടിയായിട്ട് വീണ്ടും കാത്തിബിനെ കൊണ്ട് എഴുതിപ്പിച്ചു, റൈറ്ററെ കൊണ്ട് എഴുതിപ്പിച്ചു, കത്ത് കൊടുത്തു വിട്ടു. എന്താ അതിനുള്ള മറുപടി എന്നറിയോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യുന്നത് അല്ലാഹു പൊറുക്കൂല. എന്നാൽ അതല്ലാത്ത എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ശ്രദ്ധിക്കണേ, ഈ ആയത്ത് കൊണ്ട് കിട്ടി. വായിച്ചു നോക്കി. വാഹിഷ് വീണ്ടും അടുത്ത ചോദ്യം, നബിയെ നിങ്ങൾ പറഞ്ഞല്ലോ ശിർക്ക് ചെയ്യാത്തവർക്ക് അല്ലാത്തവർക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കൊക്കെ മാപ്പ് കൊടുക്കും. ആ ഉദ്ദേശിക്കുന്നതിൽ ഞാൻ പെടുവോ? നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോടെ പോയി നീ മുസ്ലിം ഒന്നും ആവണ്ട, അവിടെ നീ ഈ വസവാസം കൊണ്ട് എന്തിനാ നീ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഈ പേപ്പർ എടുത്ത് നമ്മൾ കീറിയുണ്ടായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അടുത്ത മറുപടി എഴുതി. സൂറത്തു സുമറിലെ ഒരു ആയത്ത് എഴുതി. ആ ആയത്ത് എഴുതിയെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് കത്ത് കൊടുത്തു വിടുകയാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പറഞ്ഞു കൊടുക്കൂ നബിയെ, വഹിഷിയോട് പപ്പനത്തിന്റെ ജില്ലക്കാരോട് പറഞ്ഞു കൊടുക്കൂ റസൂലേ, ലോകനോട് വിളിച്ചു പറയൂ നബിയെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. എത്ര വലിയ മഹാപാപം ചെയ്ത മനുഷ്യനാണെങ്കിൽ അല്ലാഹു പറയുന്നു, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ്. എല്ലാ പാപവും അല്ലാഹു പുറത്തു തരും. ഇതങ്ങോട്ട് കിട്ടിയപ്പോ ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ള സൂചിപ്പഴുതില്ലാത്ത ആ ഒരു അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഹബീബ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് കത്ത് കൊടുത്തു വിട്ട് വായിച്ച ഉടനെ അസ്ലമൽ വഹ്ശി ബിൽ മദീന, മദീനയിൽ വന്നിട്ട് വഹ്ശി എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വന്നു. എന്നിട്ട് വഹ്ശി പറഞ്ഞെന്താണെന്നറിയോ? ഖത്തൽതു ഖൈറൻ നാസി ഫിൽ ജാഹിലിയത്തി വഖത്തൽതു ശർറൻ നാസി ഫിൽ ഇസ്ലാം. ഞാൻ അന്ധവിശ്വാസിയായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ വിവരക്കെട്ടവനായിരുന്നപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിയെ ഞാൻ കൊന്നു. അത് മുഹമ്മദ് ഹംസയാണ്. വഖത്തൽതു ശർറൻ നാസി ഫിൽ ഇസ്ലാം. ഞാൻ മുസ്ലിമായതിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ ഞാൻ കൊന്നു. യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഹീനമായ കൊലപാതകം നടത്തിയ, അതും റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയെ ഇത്തര നിലയിൽ കൊന്നുകളഞ്ഞ വഹിഷിയോളം തെറ്റ് ചെയ്ത ഒരാള് ഈ സദസ്സിലുണ്ടോ? ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇല്ല. ആ വഹിഷിക്കല്ല മാപ്പ് കൊടുത്തില്ലേ? ആ വഹിഷിക്കല്ല പുറത്തു കൊടുത്തില്ലേ? എന്തിനാണ് നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്? ചില ആളുകൾ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ, ചില ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോ അവർ പറയുന്നത്, ഞങ്ങളൊക്കെ എന്തിനാ പള്ളിയിൽ കയറുന്ന, ഒരു കാര്യമില്ലല്ലോ, ഞങ്ങളൊക്കെ ഇന്നത്തെ തെറ്റ് ചെയ്യുന്നവരെന്നാ ചോദിക്കുന്നത്. എന്തിനാ നിരാശപ്പെടുന്നത്? വഹിഷിയോടെ തെറ്റാരും ഈ ലോകത്ത് ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇന്നും
പരിശുദ്ധമായ ഉഹദ് എന്ന് പറയുന്ന മദീനയിൽ നിന്ന് ബാബുസ്സലാമിലൂടെ കയറുമ്പോൾ ആ ബാബുസ്സലാമിലൂടെ കയറിയിട്ട് റസൂലുള്ളാഹിയുടെ റൗള ശരീഫിൽ സലാം പറയാൻ ബാബുസ്സലാമിലൂടെ കയറിയിട്ട് നേരെ ബാബുൽ ബഖീയുടെ പുറത്തിറങ്ങുമ്പോൾ ഇടതുഭാഗത്ത് അഷ്റഫുൽ ഖൽഖും അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും കിടക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ കയറുമ്പോൾ ബാബുസ്സലാമിൽ നിന്ന് നേരെ തിരിഞ്ഞ് നമ്മൾ നോക്കണം, ഒരു മല കാണാം, ഉഹദ് മല. ആ ഉഹദ് മലയുടെ അടുക്കലെത്തിയിട്ട് ജബൽ റുമാത്തിന്റെ താഴ്ഭാഗത്ത് വളച്ചു കെട്ടിയിരിക്കുന്ന കണ്ണാടി ചില്ലുകൊണ്ട് ഒരു വലിയ ഒരു മതിൽ കെട്ടിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് ചില കല്ലുകൾ വെച്ചിട്ട് ചില ഖബറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖബറിൽ കിടക്കുന്നത് സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു ആണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ചാരം നിന്നുകൊണ്ട് ഈ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഈ രീതിയിൽ കൊന്നുകളഞ്ഞ വഹ്ശി എന്ന പേര് നമ്മൾ പറഞ്ഞാൽ ആ ഖബറിന്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങളും എന്ത് പറയും? എന്ത് പറയും? വെളുക്കുന്നതുപോലെ രാമായണം വായിച്ചിട്ട് സീതര മാപ്പിളാറെന്ന് ചോദിച്ചു എന്ത് പറയും? കൈകാലുകൾ മുറിച്ച് നാവ് പിഴുതെടുത്ത് കണ്ണ് ചൂടിനെടുത്ത് കവിള് ഛേദിച്ചെടുത്തു, മൂക്ക് ഛേദിച്ചെടുത്തു, ചെവി കാത് അരിഞ്ഞെടുത്തു, നെഞ്ച് വെട്ടിപ്പിടർന്ന് കുടമാലെടുത്ത് കഴുത്തിലിട്ടു, തലയോട്ടി പെട്ടി പുളർന്നിട്ട് തലച്ചോറ് വായിട്ട് ചവച്ച് തുപ്പിയിട്ട് തലയോട്ടിയിൽ കണ്ണൊഴിച്ചു കുടിച്ച് ഹിന്ദിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നൃത്തം ചെയ്ത ചാക്കുളി വിദഗ്ധനായ വഹ്ശിയുടെ പേര് ഈ ക്രൂരകൃത്യം നടത്തപ്പെട്ട ജബൽ റുമാത്തിന്റെ അടിവാരത്ത് നാലു ഭാഗത്തെ മതിൽ കെട്ടുകളുടെ മധ്യഭാഗത്ത് പാറ ചില മൺകല്ലുകൾ കൊണ്ട് ചില മണ്ണിന്റെ കല്ലുകൾ കൊണ്ട് വളച്ചു കെട്ടിയ ആ മൈരിക്കത്തിനകത്ത് കിടന്നുറങ്ങുന്ന അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ തങ്ങളുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് വഹ്ശി എന്നൊരാളും പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എന്നാ ഇനി മുതൽ പറയണം റളിയല്ലാഹു അൻഹു എന്ന്. ആരെ ഹംസയുടെ പേര് കേൾക്കുമ്പോഴല്ല, വഹ്ശിയുടെ പേര് കേൾക്കുമ്പോ ഈ കൊന്ന ആളിന്റെ പേര് പറയുമ്പോ പറയണം റളിയല്ലാഹു അൻഹു. കാരണം വഹ്ശി മുസ്ലിമാണ്, സഹാബിയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. അത്രയും വലിയ തെറ്റാരെങ്കിലും കാട്ടൂര് ചെയ്തിട്ടുണ്ടോ? നമ്മൾ അങ്ങനത്തെ പോയ ഇച്ചിരി മകനെന്താ MBA BA MA ഞാൻ പറഞ്ഞ ഏറെ എടുത്തോളൂ MD MA ഒന്നും എടുത്തിരിക്കുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയി. ഒരു സദസ്സിലും സംഘാടകരെ കയറുമ്പോൾ പറയും ഉസ്താദെ നമ്മളൊക്കെ അറിയാലോ, നമ്മൾ പിന്നെ പറയാൻ നിന്നാൽ അൽഹംദുലില്ലാ പടത്തോടെ നോക്കിക്കൊണ്ട് ഏവന്റെ മുമ്പിലും എന്തും പറയാൻ ഒരു മടിയില്ല, ഒരു പേടിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് ദുരനുഭവങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. അതൊക്കെ ഒരു പ്രശ്നമായി കണക്കാക്കുന്നില്ല. പക്ഷേ ചെറുപ്പക്കാരെ കഞ്ചാവാണ് ഉസ്താദെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാനാണ് പ്രസംഗിക്കാൻ നോക്കുന്നത് പറ്റില്ല. കാരണം എന്താ? വെളിയിലേക്ക് ഇറങ്ങിയാൽ വെട്ടിക്കളയും. അവർക്കെന്ത് ഉസ്താദ് എന്ത് വാപ്പ ഒരു ബോധമില്ലല്ലോ. ആ നിലയിലെ കുട്ടികൾ ചെറുപ്പക്കാര് മാറിപ്പോയി. അൽഹംദുലില്ലാ. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, കാരണം പൊക്കി പറയാനെന്ന് വിചാരിക്കരുത്. ഇത്രയും ഇത് കുറഞ്ഞ സദസ്സാണ്, കുറച്ചാളുകൾ അൽഹംദുലില്ലാ. പക്ഷേ ഈ കൊച്ചുമക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒരു യുവ സുഹൃത്തുക്കളെ, ഇത്രയും യുവാക്കളെ സാധാരണ ഇപ്പൊ വാഴലിന്റെ സദസ്സിൽ കാണാൻ കുറവാണ്. വാഴലിന്റെ സദസ്സിൽ വാഴലക്കം പറയുന്നത് 45 മുകളിലോട്ട്, 50 മുകളിലോട്ട്, 15 താഴോട്ട് ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ അങ്ങനെയൊക്കെയാണ് വാഴലുള്ളത്. പക്ഷേ ഒരു 18 വയസ്സ് മുതൽ ഒരു 35-40 വയസ്സിന് താഴെയുള്ള യുവാക്കൾ, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവത്വം. അപ്പൊ ആ യുവത്വത്തിന് ഉള്ള കുട്ടികളെ, യുവാക്കളായ കുട്ടികളെ വളർന്നു കേൾക്കുന്നത് കുറവാണ്. പണ്ട് എല്ലാ സ്ഥലത്തും യുവാക്കളായിരുന്നു. അവർ മാറി, അവർ മാറ്റപ്പെട്ടു. അവർ പലരാലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടു. പലരും മതവിരുദ്ധരായി, പലരും ദീനി വിരുദ്ധരായി, പലരും മതത്തെ തള്ളിപ്പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ എന്ന് ചോദിക്കാൻ തുടങ്ങി. വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിലൂടെ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. മക്കളൊക്കെ നശിച്ചു പോയി. തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹുവിനല്ലാതെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സമുദായത്തിന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി ദ്വാരക്കണമെന്നാണ് എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു നമ്മുടെ യുവാക്കളെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് എത്ര വലിയ തെറ്റ് ചെയ്താലും, ഏത് വലിയ തെറ്റ് ചെയ്താലും അല്ലാഹുവിന്റെ മുന്നിൽ കൈ നീട്ടുമ്പോ പടച്ചോൻ എന്നെ വിടൂല.
എന്റെ റബ്ബനെ കൈയൊഴിയൂല, എന്റെ റബ്ബനിക്ക് മാപ്പ് തരും. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വരാൻ മഹാനായ മഹർഷി റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരട്ടെ. രോഗങ്ങൾ എന്തു വന്നാലും, എത്ര വലിയ രോഗം വന്നാലും എനിക്കതിൽ ഒരു പ്രയാസവും ഇല്ല, എന്റെ റബ്ബ് വിധിച്ചതാണ് എന്ന ചിന്ത മനസ്സിൽ വരാൻ അയ്യൂബ് നബിയെ ഓർമ്മ വരട്ടെ. മറ്റേറെ നഷ്ടപ്പെടുന്ന വിലപിടിപ്പുള്ള സംഗതികൾ ഉണ്ടായാലും അത് നഷ്ടപ്പെട്ടു മാറണം. ആ പടച്ചവനുള്ള പ്രതീക്ഷയിൽ നമ്മൾ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ മാതൃകയിൽ. അതുകൊണ്ട് ഒന്നാമത്തെ ക്വാളിറ്റി അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി 2ഉം 3ഉം ഉണ്ട്. നമുക്കിപ്പോ തന്നെ മണിക്കൂർ 1 കഴിഞ്ഞു. ഇനി 2ഉം 3ഉം ഉണ്ട് പറയാൻ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വാഴ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിയെ പിൻപറ്റുന്ന നല്ലവരിൽ നമുക്ക് ചേരാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് അമലുകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്നങ്ങ് മരിച്ചുപോയി. എന്ത് ചെയ്യാനാണ്? നമ്മൾ പറയുമ്പോ അയാൾക്ക് ഒരുപാട് അമലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ശരിയാണ്, പ്രായം ഒരുപാട് ജീവിച്ചിരുന്നിട്ട് മരിക്കുന്നത് നല്ലതാണ്. തൂബാലിമൻ ഹസുന അമലുഹു വതാല ഉംറുഹു, തൂബാലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരുപാട് നാൾ ജീവിച്ചിരുന്നിട്ട് അമൽ ചെയ്ത് മരിക്കുന്നത് നല്ലതാണ്. പക്ഷേ അല്ലാത്തവർ രക്ഷപ്പെട്ടിട്ടില്ലേ? ഞാനൊരു സഹാബിയുടെ കഥ പറഞ്ഞു തരട്ടെ. ഒരൊറ്റ വഖത്ത് നമസ്കാരം നിർവഹിക്കാത്ത ഒരു സഹാബിയുണ്ട്. ഒരു വഖത്ത് നിസ്കരിക്കാത്ത സഹാബി. അങ്ങനെയുള്ളത് വരട്ടെ ഉസ്താദേ, ഇപ്പോഴൊക്കെ സമാധാനമായത്. അതല്ല, അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? അസ്വദുർ റാഇ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ സഹാബിയെ കേട്ടിട്ടുണ്ടോ? അസ്വദുർ റാഇ. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്നറിയോ? അസ്വദ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വദ് കർമ്മൻ. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലമല്ലേ? അസ്വദ് എന്ന് പറഞ്ഞാൽ കർമ്മൻ. റാഇ എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആട്ടിടയനായ കറുമ്പൻ. അതാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ നമുക്കങ്ങനെ സമൂഹത്തിൽ ഒരു വിലയും നിലയും ഇല്ലാത്തവരെ വിളിക്കുന്നത് പോലെ വിളിക്കാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഗൗരവം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അസ്വദുർ റാഇ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വഖത്ത് നിസ്കരിച്ചിട്ടില്ല. എന്താ കാര്യം അറിയോ? നന്നായിട്ട് കേട്ടോ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനും സഹാബത്തും ഖൈബർ കോട്ട വളയുന്ന രംഗം വരികയാണ്. ഖൈബറിന്റെ കോട്ട വളയുമ്പോൾ ഖൈബർ യഹൂദികളുടേതാണ്. യഹൂദികളുടെ ആട്ടിടയനായിരുന്ന അസ്വദുർ റാഇ, മഹാനായ അസ്വദുർ റാഇ എന്ന യൂദന്മാരുടെ ആട്ടിടയൻ. ആ ആട്ടിടയൻ ആളുകളോട് ചോദിക്കുന്നു, എന്താ ഖൈബറിന്റെ കോട്ട വളഞ്ഞിരിക്കുന്നത്? ആരാ വളഞ്ഞിരിക്കുന്നത്? ആരോ പറഞ്ഞു, അറിയില്ലേ? ജനങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, ജനങ്ങളോട് അങ്ങേയറ്റ സ്നേഹമുള്ള, ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അടിമത്വത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദാണ്, കൂട്ടരാണ് ഖൈബറിന്റെ കോട്ട വളഞ്ഞിട്ടുള്ളത്. ആ ടിമ്പറ്റങ്ങളെ മൈതാനത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഓടുകയാണ്. മനസ്സിൽ ഒരു കൊള്ളി മിന്നും പോലെ, ഒരു മിന്നൽ പിണർ വരുന്നത് പോലെ അസ്വദുർ റാഇ എന്ന ജൂതന്മാരുടെ ആട്ടിടയനെ, കറുത്ത വർഗ്ഗക്കാരൻ, അയാളുടെ കറുത്ത ശരീരവുമായിട്ട് നേരെ ചെല്ലുകയാണ്. മുത്തുനബി ടെന്റടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നിട്ട് നബിയോട് ചോദിച്ചു, ഞാൻ ഒന്ന് വന്നോട്ടെ അങ്ങോട്ട്? ഓടി വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ പ്രബോധനം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചുരുക്കം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അസ്വദുർ റാഇ ചോദിച്ചു, ഞാനിത് വിശ്വസിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഞാനിത് വിശ്വസിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്വദുർ റാഇയോട് നിനക്ക് സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗത്തിന്റെ മനോഹാരിത വിവരിച്ചു കൊടുത്തു. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിനീല കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത നേരാനന്ദകരവും, ഒരു കാത് കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും, ഒരു ഹൃദയത്തിൽ ഇന്നേവരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗ്ഗത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അസ്വദുർ റാഇ ചോദിച്ചു, ഞാൻ കറുമ്പനല്ലേ? എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടുമോ? എന്റെ ശരീരത്തിലെ ദുർഗന്ധം ആട്ടിൻപറ്റങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ഈ കറുത്ത വർഗ്ഗക്കാരനായ എന്റെ ശരീരത്തിലെ വിയർപ്പ കണങ്ങളുടെ ദുർഗന്ധം എങ്ങനെയാണ് റബ്ബ് സഹിക്കുക?
ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു തുടുത്തിട്ട് പറഞ്ഞു, അല്ല നോക്കുന്നത് രൂപലാവണ്യങ്ങളിലല്ല, അല്ല നോക്കുന്നത് ഉള്ളിലാണ്, കൽവിലാണ്, അല്ല നോക്കുന്നത് ഹൃദയത്തിന്റെ അകത്താണ്. അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞപ്പോ ആ കൈയൊന്ന് പിടിക്കട്ടെ റസൂലേ. വെളുത്ത് വെള്ളാരക്കല്ല് പോലെ ചുവപ്പിനോട് കലർന്ന വെളുത്ത ശരീരമുള്ള നിസാരത്തിന്റെ ആ രണ്ട് കരങ്ങളിലേക്ക് കാട്ടിൻപറ്റങ്ങളെ തെളിച്ചു നടന്ന കറുമ്പന്റെ കൈ, ആ കറുത്ത വർഗ്ഗക്കാരന്റെ ആട്ടിൻപറ്റങ്ങളെ തെളിച്ച് നടന്ന കയ്യിൽ തഴമ്പുള്ള കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുസ്ലിമായ ഉടനെ റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, എന്റെ ആട്ടിൻപറ്റങ്ങൾ മൈതാനത്ത് കിടക്കുകയാണ്, അമാനത്തല്ലേ, ഞാൻ കൊണ്ടുവന്ന ചൂതനെ ഏൽപ്പിച്ചിട്ട് വരട്ടെ. റസൂൽ പറഞ്ഞു, പൊയ്ക്കോളൂ. ഓടി വന്നു ആട്ടിൻപറ്റങ്ങളെ മുഴുവനും തെളിച്ച് ചൂതന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആ ആട്ടിന്റെ തൊഴുത്തിൽ കയറ്റിയിട്ടു. എന്നിട്ട് നേരെ റസൂലുള്ളാഹിന്റെ ടെന്റിലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയേ, ഇനി ഞാനെന്തു വേണം, ഇനി ഞാനെന്തു വേണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുദ്ധം തുടങ്ങുന്നു. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ശത്രുക്കളോട് പോരാടൂ നിങ്ങൾ. സഹോദരങ്ങളെ, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചൂതന്റെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന ഖൈബറിന്റെ പല മടക്കുകളിൽ ഓടി നടന്നിരുന്ന രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ട് സ്വർഗം മോഹിച്ചുകൊണ്ട് പോരാടുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നൊരു വെട്ടേറ്റുകൊണ്ട് ശഹീദാവുകയാ. പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാ. ആ മഹാനായ നബിതങ്ങൾ അവിടെ ഇങ്ങനെ ഓരോ സഹാബാക്കളുടെയും രംഗങ്ങൾ ഇങ്ങനെ നോക്കി വരുന്നുണ്ട്. മരണശേഷം യുദ്ധം അവസാനിച്ചപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ വന്നു നോക്കുമ്പോ ഓരോ സഹാബിയുടെ മുഖത്തും ഇങ്ങനെ നോക്കി നിന്നിട്ട് റസൂൽ കണ്ണീരൊലിപ്പിച്ചു. എല്ലാ സഹാബികളുടെയും കബന്ധങ്ങളിൽ നോക്കിയിട്ട് കണ്ണീരൊലിപ്പിച്ചു. പക്ഷെ അസ്വദുർറാഹിയുടെ അടുത്തെത്തിയപ്പോൾ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് റസൂലുള്ള പെട്ടെന്ന് തല വെട്ടിച്ചു കളഞ്ഞു, പെട്ടെന്ന് തല തിരിച്ചു കളഞ്ഞു. ചോദിച്ചു, നബിയേ, നബിയേ, മിനിറ്റുകൾക്ക് മുമ്പ് മുസ്ലിമായ ജൂതന്മാരുടെ ആട്ടിടയനായ അസ്വദുർറാഹി എന്താ അങ്ങാര അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തല വെട്ടിച്ചു കളഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്തെന്നറിയോ? സഹാബത്തിനോട് പറയുന്നു, അസ്വദുർറാഹിയുടെ ജനാസയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ആ റൂഹ് ഇങ്ങനെ പറന്നു പോകുമ്പോ അസ്വദുർറാഹിയുടെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത പരിമളം ഇങ്ങനെ പരക്കുകയാ. എന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന്റെ ഗന്ധം ഇങ്ങനെ റബ്ബ് സഹിക്കുമെന്ന് ചോദിച്ച അസ്വദുർറാഹി ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ വാസന പരക്കുകയാണ്. എന്റെ സഹാബത്തെ, നമ്മൾ കണ്ട അസ്വദുർറാഹി അല്ല ഇപ്പോൾ. ആ അസ്വദുർറാഹി സുമുദനായി കിടക്കുകയാണ് എന്റെ കണ്ണില്. എന്താ നബിയെ, അങ്ങ് തലതിരിച്ച് കിടന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, ഞാൻ എങ്ങനാ നിങ്ങളോട് പറയുക സഹാബ, എനിക്ക് എങ്ങനെ കുറെ നേരം ഇവിടെ നോക്കി നിൽക്കാൻ കഴിയും? എന്തേ നബിയെ? അയാള് ഹൂർലീകളുമായിട്ട് സന്തോഷിക്കുകയാ, ഹൂർലീകളുമായിട്ട് ആനന്ദിക്കുന്ന അസ്വദുർറാഹിയാണ് ഞാൻ കണ്ടത് സഹാബത്തെ എന്ന് പറഞ്ഞ അസ്വദുർറാഹി ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിച്ചിട്ടില്ല. മിസ്യൂസ് ചെയ്യരുത്, ദുർവ്യാഖ്യാനം കൊടുത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിൽ മുതലെടുപ്പ് നടത്തരുത്. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ അമല് കുറഞ്ഞു പോയെങ്കിലും പാവങ്ങൾ ചെയ്താലും എന്തൊക്കെ മനസ്സിൽ കുറ്റബോധങ്ങൾ വന്നാലും നമ്മൾ സൃഷ്ടിച്ച അല്ലാഹ് സ്വന്തം ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രയാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം തന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത് വാപ്പയല്ല, ഉമ്മയാണ്. തന്റെ ഉമ്മയ്ക്ക് തന്റെ മകളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി അല്ലാഹുക്ക് തന്റെ ദാസന്മാരോട്, കുടിയന്മാരായ, കഞ്ചാവുകാരായ, MDMA-കാരായ തന്റെ ദാസന്മാരോട് പടച്ചവന്റെ സ്നേഹം ഒരു ഉമ്മാക്ക് തന്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയാണ്. ഇത് പഠിപ്പിച്ചതിനെ വരെ കളവ് പറയാത്ത മദീനയുടെ രാജാവ് നബിയുൽ ഹറമൈനി മുഹമ്മദ് മുസ്തഫ
പക്ഷേ ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി റബ്ബിന് നമ്മളോടുണ്ടെങ്കിൽ കുഞ്ഞ് ഉമ്മാടെ മുന്നിൽ കരയും പോലെ നമ്മൾ കരയണം. ഉമ്മാക്ക് തന്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി അള്ളാഹ്ക്ക് നമ്മളോടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞ് ഉമ്മാടെ തുണി കോമ്പല പിടിച്ചിട്ട് കരയുന്നത് പോലെയെങ്കിലും കരയണം നമ്മൾ. ബാക്കി 99 അവിടെ നിൽക്കട്ടെ, ബാക്കി 99 അവിടെ നിൽക്കട്ടെ. നമ്മുടെ റബ്ബിന്റെ കരുണ വിശാലമാണ്. നമ്മുടെ റബ്ബ് കരുണ ആർദ്രതയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഒരിക്കലും തള്ളിക്കളയില്ല. ചോദിച്ചാൽ മതി. നമ്മൾ ചിന്തിച്ചു നോക്ക്. ഞാനിപ്പോ വന്ന വഴിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരാളെ അടിച്ചു കൊന്നു, നേരെ ജയിലിലേക്ക് പോവാം, അത് സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ഒരുത്തരെ കൊന്നു. ദുനിയാവിൽ പ്രതി കുറ്റം സമ്മതിച്ചാൽ എന്താ സംഭവിക്കുക? ശിക്ഷ ഉറപ്പല്ലേ? ദുനിയാവിൽ ഒരു പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. പക്ഷെ അള്ളാന്റെ മുമ്പിൽ ഒരു കുറ്റം സമ്മതിച്ചാൽ രക്ഷ ഉറപ്പാണ്. ഞാൻ ചെയ്തു പറ്റിപ്പോയി, മനഃപൂർവ്വമല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വമാണ്, എന്നോടുള്ള അഹങ്കാരം കൊണ്ടല്ല, അബദ്ധം, മനുഷ്യ സഹജമാണ്. ഞാൻ ബലഹീനല്ലേ റബ്ബേ, നീയല്ലാതെ ആരാ എനിക്കുള്ളത് പൊറുക്കാൻ? സംഭവിച്ചു, ഇത് ചെയ്യില്ല തമ്പുരാനെ, ഇത്ര പറഞ്ഞാൽ മതി, അള്ളാഹു മാപ്പ് തരും. പാമ്പിനെ പേടിയെങ്കിൽ എന്താ നമ്മൾ ചെയ്യാ? പാമ്പിനെ കാണുമ്പോൾ ഓടും. കടുവയെ പേടിയാണെങ്കിൽ കടുവയെ കാണുമ്പോ ഓടും. സിംഹത്തെ പേടിയാണെങ്കിൽ സിംഹത്തെ കാണുമ്പോ ഓടും. ആനയെ പേടിയെങ്കിൽ ആനയെ കാണുമ്പോ ഓടും. അള്ളാഹെ പേടിയെങ്കിൽ ഓടണം, അങ്ങോട്ട് ഓടണം. അള്ളാഹെ പേടിയുള്ള അങ്ങോട്ട് ഓടണം, അള്ളാഹുലേക്ക്. ബാക്കി സൃഷ്ടികളെ പേടിയുള്ളവൻ അതിൽ നിന്ന് ഓടും. ഇല്ലേ? 1000 നന്മ നമ്മൾ ചെയ്തു. ഭാര്യമാര് അക്ഷീറായ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്ദികേട്ടിന്റെ പര്യായമാണ് പെണ്ണുങ്ങൾ. വിഷമിക്കല്ലേ, കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചോ പറഞ്ഞു, എന്നും ചൂര വാങ്ങിക്കൊടുക്കും, എന്നും വാള വാങ്ങിക്കൊടുക്കും, എന്നും പാര വാങ്ങിക്കൊടുക്കും, എന്നും നല്ല ചുരിദാർ വാങ്ങിക്കൊടുക്കും, എന്നും നല്ല പർദ്ദ വാങ്ങിക്കൊടുക്കും. അവള് പറയുന്നതെല്ലാം ഭർത്താവ് കേൾക്കും. ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. എപ്പോഴോ ഒരു വട്ടം, എന്റെ വാക്കല്ല, എപ്പോഴോ ഒരു വട്ടം അല്ലാഹു റസൂൽ പറയുന്നു, ഇവന്റെ സാമ്പത്തികമായ ദാരിദ്ര്യമോ എന്തോ കാരണം അവള് പറഞ്ഞ ഒന്ന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവള് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഇതാണ് 1000 നന്മ ഒരാൾ ചെയ്തു, അവസാനം ഒരു തിന്മ ചെയ്താൽ ആ തിന്മയെ ഓർക്കുകയും നന്മയെ മറക്കുകയും ചെയ്യുന്നത് മനുഷ്യനാണ്. റബ്ബാണെങ്കിലോ 1000 പാപം നമ്മൾ ചെയ്തു, തിരിച്ചു വന്നപ്പോ കാണിക്കപ്പെടിൽ 10 രൂപ കിട്ടും. അള്ളാഹു 1000 തിന്മ കളഞ്ഞിട്ട് ആ 10 രൂപ നന്മ മാത്രം അള്ളാഹ് എടുക്കും. അപ്പൊ ആരാ? പടച്ചവനല്ലേ നമ്മുടെ പ്രതീക്ഷ. നമ്മളിൽ പ്രതീക്ഷ റബ്ബല്ലേ വേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന് പ്രതീക്ഷ വേണം, പടച്ചവനിൽ നമുക്ക് പ്രതീക്ഷ വേണം. സഹോദരങ്ങളെ, തീരുന്നില്ല. ഇനി രണ്ടാമതായി ഖുർആൻ പറയുന്നത് പരലോക ചിന്തയുണ്ടാകണം, പരലോക ചിന്തയുണ്ടാകണം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പരലോകത്തെ പറ്റി ചിന്ത വേണം. കമ്മറ്റിക്കാരനായി അപ്പോഴും പരലോകത്തിൽ ഇത് റബ്ബിന്റെ മുമ്പ് നിൽക്കണം, അള്ളാഹു ചോദിക്കും എന്ന ചിന്ത വരുമ്പോ കൈയിട്ട് വരില്ല. എന്താണ്? മെമ്പറായി, പഞ്ചായത്ത് മെമ്പറായി ഉടനെ ചിന്ത വരണം, അള്ളാഹ് എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കാൻ, ഞാൻ നിന്റെ മുമ്പിൽ വരണം, നീ എന്നോട് ചോദിക്കും, കയ്യിൽ കെട്ടി മറുപടി പറയണം. അതുകൊണ്ട് നിന്റെ റസൂൽ എന്താ ഈ കാര്യത്തിൽ ചെയ്യുന്നത്, അത് ഞാൻ ചെയ്യും. നീതി. കല്യാണം കഴിച്ചു, ഇന്നലെ വരെ ഞാൻ തെക്കും വടക്കും ഓടി നടന്നു. ഞാനൊരു മോൻ മാത്രമാണ്, ഉമ്മയുടെ പൊന്നുമോൻ, പാപ്പാടെ പൊന്നുമോൻ, വേറെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇന്നെന്റെ കല്യാണമാണ്. ഇനി എന്റെ വാപ്പാടെ മോൻ മാത്രമല്ല, എന്റെ ഭാര്യയുടെ ഭർത്താവ് കൂടിയാണ്.
അപ്പൊ എന്റെ റസൂൽ നാളെ പടച്ചോ എന്നെ പരലോകത്ത് പിടിച്ചു നിർത്തും, ഭർത്താവായ നീ നിന്റെ ഭാര്യയുള്ള കടമ പൂർത്തീകരിച്ചു എന്ന് പരലോകത്ത് ചോദിക്കും. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തണം. അതുകൊണ്ട് ഇന്ന് മുതൽ എന്റെ റസൂൽ ഭർത്താവായിരുന്നപ്പോ എന്ത് ചെയ്തു ഞാൻ മാതൃകയാക്കും. മനസ്സിലായോ? അതാണ് വിഷയം. ഞാനൊരു മുതലാളിയായി, എന്റെ കീഴിൽ 10 തൊഴിലാളികളുണ്ട്. ഞാൻ വലിയ മുതലാളിയാണ്. പടച്ചോനെ തൊഴിലാളികളോടുള്ള ബാധ്യതകൾ നിറവേറ്റുക എന്നതാണ് പടച്ചതമ്പുരാൻ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക? ആശ്രമമല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിയിൽ എന്താണ് മുതലാളിമാർക്കുള്ള ബാധ്യതകൾ, എന്താണ് മാതൃക, അതെനിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതാണ് വലിയ ആഖിർ. അന്ത്യദിനത്തിന് ബോധമുണ്ടെങ്കിൽ റസൂലുള്ളാഹി നമ്മൾ ഫോളോ ചെയ്യും. അല്ലാഹു അവരുടെ തൗഫീഖ് തരട്ടെ. ആ ഒരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്ത് ആഖിറ സഹോദരങ്ങളെ നമുക്ക് ചിന്ത, ആഖിറത്തെ പറ്റി വല്ല ചിന്ത ഉണ്ടോ നമുക്ക്? നോക്കൂ നിങ്ങൾ, മദീനയുടെ മാർക്കറ്റിലൂടെ നടന്നു പോവുകയാണ് ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദീനയുടെ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസ്ലം റളിയല്ലാഹു അൻഹു ഉണ്ട്. അസ്ലം റളിയല്ലാഹു അൻഹു പ്രൈവറ്റ് സെക്രട്ടറിയാണ്. കൂടെ പോകുന്നവരാണ് അസ്ലം തങ്ങളാണ്. മദീനയുടെ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മദീന മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ അതാ വീടിന്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. മദീനയുടെ പ്രാന്തപ്രദേശത്തെ ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ ഓടി ചെല്ലുന്ന ഉമർ തങ്ങൾ പാതിരാത്രിയുടെ നിശബ്ദത, ഇരുളിന്റെ ചുരുള്. പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് കയറുമ്പോൾ അതാ വീടിനകത്ത് വൃദ്ധയായ ഒരു ഉമ്മ, ഒരു മാതാവ്, അവര് വല്ലാതെ വിഷമത്തിലാണ്. ആ ഉമ്മയോട് എന്തിനാ നിങ്ങളെ കരയുന്നത്, സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഇവിടെ കഴിക്കാനൊന്നുമില്ല, ഈ വീട്ടിലെ കൂരയിൽ കഴിക്കാനൊന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല മോനെ. ഈ വന്നത് ഉമർതങ്ങളാണെന്ന് അറിയില്ലല്ലോ. ആ ഉമ്മ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇവിടെ ഒന്നുമില്ലേ ഉമ്മ? എവിടെയാ മോനെ? ഇതിനകത്തൊന്നുമില്ല. ഇവിടെ ഒരു ഭരണാധികാരിയുണ്ട് ഉമർ, അവൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഈ ഉമ്മ പട്ടിണി കിടക്കുന്ന ഉമർ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ് ഉമർതങ്ങൾ. ആ ഉമ്മയ്ക്ക് അറിയില്ല ഈ വന്നത് ഉമറാണെന്ന്. ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടി, സുബ്ഹാനല്ലാഹ്, ഓടി ചെന്നിട്ട് ഖദരാവിന്റെ വാതില് തുറന്നിട്ട് ഒരു ചാക്കെടുത്തിന്റെ ഈത്തപ്പഴം നിറച്ചു, ഒരു ചാക്ക് ഗോതമ്പ് പൊടി നിറച്ചു. അത് രണ്ടും എടുത്ത് തോളത്തേക്ക് ഇടുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയായ അസ്ലം തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ ഞാൻ ചുമക്കട്ടെ, ഞാൻ ചുമന്നോട്ടെ? ഉമർ തങ്ങളുടെ മുഖം വിവരണമായി കൊണ്ട് ചോദിക്കുന്നു, അസ്ലമേ, അന്ത തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നീ എന്റെ പാപഭാരം ചുമക്കുമോ? നാളെ പരലോകത്ത് എന്റെ പാപങ്ങൾ നീ ചുമക്കുമോ അസ്ലമേ? അസ്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല തങ്ങളെ, നിങ്ങൾ തന്നെ ചുമക്കണം. എന്നാ മാലിക് അസ്ലമേ എന്ന് പറഞ്ഞിട്ട് തോളത്ത് തൂക്കുന്ന ആ ഗോതമ്പിന്റെയും ഈന്തപ്പഴത്തിന്റെയും സഞ്ചിയുമായിട്ട് നേരെ വീട്ടിലേക്ക് ഓടി. അടുക്കളയിൽ ചെന്നിട്ട് ഗോതമ്പ് മാവ് നനച്ചിട്ട് ആ ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കിയിട്ട് ഈന്തപ്പഴവും വെച്ച് അഴുക്ക് പുരണ്ട പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന പാത്രം എടുത്തിട്ട് വിളമ്പി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തിട്ട് ഭക്ഷണം കൊടുക്കുകയാ. പാതിരാത്രിയാണ്. ആ ഭക്ഷണം മുമ്പിലേക്ക് വെച്ചിട്ട് ആ ഉമർ തങ്ങൾ ഭക്ഷണം വിളമ്പിയിട്ട് ഉമ്മയ്ക്ക് വിളമ്പി കൊടുത്തു. ഉമ്മ വയറ് നിറച്ച് കഴിച്ചിട്ട് കണ്ണുകൾ നിറഞ്ഞിട്ട് ആ ഉമ്മയോട് ഉമറിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഈ വന്നത് ഉമറാണെന്നൊന്നും ഉമ്മയ്ക്കറിയില്ല. ഭക്ഷണം കഴിഞ്ഞ് വയറ് നിറച്ചിട്ട് ഉമറിനോട് പറയുന്നു, റഹിമക്കല്ലാഹ്, മോഹനെ എനിക്കറിയില്ല, പക്ഷേ അല്ലാഹ് നിനക്ക് കരുണ ചൊരിയട്ടെ. വല്ലാഹി അൻത ഖൈറുൻ മിൻ ഉമർ ബിൻ ഖത്താബ്, മോനെ നീ ഉമറിനേക്കാൾ കൊള്ളാമടാ, നിന്നെ പോലുള്ളവരാണ് മദീന ഭരിക്കേണ്ടത്. ഈ ഉമർ അറിയാത്ത ഈ പട്ടിണിയുടെ വീട് നീ അറിഞ്ഞിട്ട് എന്നെ ഭക്ഷിപ്പിച്ചല്ല മോനെ. മോനെ, നിനക്കല്ല കരുണ ചൊരിയട്ടെ, നീ ഉമറിനേക്കാൾ കൊള്ളാം മോനെ, നീയാണ് ആ കുട്ടി മദീന ഭരിക്കേണ്ടത്. കണ്ണുകൾ നിറഞ്ഞ് കവിത്തരത്തിലൂടെ നയാഗ്ര ഒഴുകി. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വീണ്ടും ഓടുന്നു മസ്ജിദുൻ നബവിയിൽ. അവിടെ ചെല്ലുമ്പോൾ ബാങ്ക് മുഴങ്ങുന്നു, അസ്സലാമു
ഖൈറും മിനൻ നൗം. സുബഹിന്റെ ബാങ്ക് മുഴങ്ങുമ്പോ മഹാനായ ഉമർ തങ്ങള് മദീനയിലെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിൽ റസൂലുള്ളാഹിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മദീനയുടെ മിഹ്റാബിൽ ഉമർ തങ്ങൾ നിസ്കാരത്തിൽ ഇമാമത്ത് നിന്ന് കൈകെട്ടുകയാണ്. അസ്ലം തങ്ങൾ ഓടിക്കിടച്ചെത്തിയപ്പോൾ സഫിന്റെ പുറകിലാണ് സ്ഥലം കിട്ടിയത്. പള്ളിയുടെ ഏറ്റവും പുറകെ സഫിന് സ്ഥലം കിട്ടി. മസ്ജിദ് നബവിയുടെ ഇമാം ഉമർ തങ്ങൾ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. ഓടി ഓടി ആയത്ത് വന്നപ്പോൾ അല്ലാഹ് സൂറത്തു സ്വാഫാത്തിന്റെ ഒരായത്ത് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. നിങ്ങൾ പരലോകത്ത് നിർത്തപ്പെടും, ആഖിറത്തിൽ നിർത്തപ്പെടും. അന്ന് നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരുമെന്നുള്ള ആയത്തെത്തിയപ്പോ ഉമർ തങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ കരയാൻ തുടങ്ങി. പൊട്ടി പൊട്ടി അറിയാതെ വിങ്ങി പൊട്ടി കരയുകയാണ്. അസ്ലം തങ്ങൾ പറയുന്നു, സഫിന്റെ പുറകിൽ നിന്ന് കരച്ചിലെനിക്ക് കേൾക്കാം. ഉമർ തങ്ങളെ കരഞ്ഞ് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു മാസക്കാലം പനി പിടിച്ച് കിടപ്പിലായി. ഒരു മാസക്കാലം പനി പിടിച്ച് കിടപ്പിലായി. പരലോകത്ത് നിർത്തപ്പെടുമെന്ന ആയത്തെത്തുമ്പോ ഈ ഉമ്മ പരലോകത്ത് വന്നിട്ട് എന്നോട് വീട്ടിൽ വെച്ച് പറഞ്ഞതുപോലെ, മോനെ നീ ഉമറിനേക്കാൾ കൊള്ളാമെന്ന് പറഞ്ഞതുപോലെ ഈ ഉമ്മയെങ്ങാനും അല്ലാഹുവേ ഉമർ പോരെന്ന് പറഞ്ഞാൽ ഈ ഉമറിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ മദീനയുടെ പ്രാന്തപ്രദേശത്തെ വഴിയരികിലൂടെ പോകുന്ന ഒട്ടകത്തിന്റെ കുളമ്പെങ്ങാനും ഒരു കുഴിയിൽ വീണാൽ ഈ ഉമറിനാണ് സമാധാനം പറയണമെന്ന് പേടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയ ഉമർ ശൈത്താൻ പോലും വരുന്ന വഴിയിൽ, ഉമർ പോകുന്ന വഴിയിൽ ശൈത്താൻ വരൂല. ഈ ഹാളിൽ നിന്ന് മദ്രസയിൽ നിന്ന് ഇവിടുന്ന് ശൈത്താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉമർ തങ്ങൾ അകത്തോട്ട് കയറാണ്. ഈ വാതിലൂടെ ശൈത്താൻ പുറത്തേക്ക് പോകാൻ നിന്നപ്പോ ഉമർ തങ്ങൾ ഇങ്ങോട്ട് കയറിയാൽ ശൈത്താൻ അതുവഴി പോകൂല. പേടിച്ച് വിറച്ചിട്ട് ഒരൊറ്റ ഓട്ടമാണ് മറുവശത്ത് കൂടി ശൈത്താൻ ഓടിക്കളയും. ശൈത്താൻ അടുത്തെത്താത്ത ഒരേ ഒരാൾ ഉമർ തങ്ങളാണ്. കിസ്റ വിറച്ചുപോയി, കൈസർ വിറച്ചുപോയി. വില്ലനാണ്, വീരനാണ്, വിജയീഷുമാണ്, ധീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്. ജബൽ ഉമർ എന്ന് പറയുന്ന പർവ്വതമുണ്ട്. പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കും. ആ താഴ്വാരത്തുകൂടി പോകുന്നവരെ പിടിച്ചു നിർത്തിയിട്ട് വാളിനിരയാക്കും. എന്നിട്ട് കവർച്ച ചെയ്യുന്ന ഉമർ പ്രിയപ്പെട്ടവരെ അവസാനം ഒരു പാവപ്പെട്ടവനെ കൊന്നു. എന്നിട്ട് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ പണമൊന്നുമില്ല. പെട്ടെന്ന് ചെയ്തതെന്തെന്നറിയോ? ഉമർ തങ്ങളുടെ വാള തുടയ്ക്കാൻ അവന്റെ തുണി വലിച്ചു കീറിയിട്ട് വാള തുടച്ചു. അങ്ങനെ ക്രൂരനായിരുന്ന ഉമർ ചെറിയ പ്രായത്തിൽ മലവടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്നു. യുവാവായിരുന്ന സമയത്ത് സിറിയയിലും യമനിലും പട്ടുവസ്ത്ര വ്യാപാരിയായി, പിന്നീട് ചന്തയുടെ മുതലാളിയായി, ഖത്താബിന്റെ ഹംദവയുടെ മകനായി, ദാറുന്നദുവയുടെ ക്യാബിനറ്റിൽ വെച്ച് മുഹമ്മദിനെ കൊല്ലുമെന്ന് ചോദിച്ചപ്പോ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയ ഉമർ, മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പ്രിയപ്പെട്ടവരെ ആകാശത്തിന്റെ അധിപനായ അല്ലാഹ് ഉമർ തങ്ങളുടെ മോഹം പോലെ 15ഓളം ഇറക്കി കൊടുത്തു. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിന്ത പരലോകത്തെ പറ്റിയാണ്. സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 പേരിൽ രണ്ടാമനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ പറയുമ്പോ ആഖിറത്തെ പറ്റിയുള്ള ഒരു ബോധമുണ്ടായിരുന്നു. ആഖിറത്തെ പറ്റിയിട്ടുള്ള ചിന്ത വേണമെങ്കിൽ ഉമ്മയോട് പറയാം, ഉമ്മ ആ ഉമ്മറെ ഞാനാ, അവിടെ ആഖിറത്തിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾ എനിക്കെതിരെ പരാതിയൊന്നും പോലും എനിക്കരുത് കേട്ടോ എന്ന് പറയാം. അതൊന്നും പറഞ്ഞില്ല. അതൊന്നും പറയാനുള്ള വേദിയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കിലോ പഴം കൊണ്ട് കൊടുത്താൽ അറിയാലോ വോട്ട് കേട്ടാ എന്ന് പറയുന്ന ഭരണാധികാരികൾ എന്നുള്ളത് കുറ്റപ്പെടുത്തുകയല്ലേ. എന്റെ ആദിവാസി കോളനിൽ പോയിട്ട് ഏതോ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു അത്രേ, എന്നെ ഇപ്രാവശ്യം വോട്ടിട്ട് ജയിപ്പിച്ചാൽ പുകയില്ലാത്ത അടുപ്പ് കർപ്പൂസും തരാത്തു. അപ്പൊ ആദിവാസി മുമ്പൻ ചോദിച്ചു, ഈ അടുപ്പ് പോയില്ലേ പിന്നെ കർപ്പൂസിന്റെ ആവശ്യം എന്ന് പറഞ്ഞതുപോലെ പല പ്രലോഭനങ്ങൾ നടത്തിയിട്ട് വോട്ട് പിടിക്കുന്ന ഒരു സംഭവം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊന്നുമല്ല. ഉമ്മ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, ആ ഉമർ ഞാനാ, വിഷയം തീർന്നു. പക്ഷെ
പറഞ്ഞില്ല. കാരണം ഉമർ തങ്ങൾ ചെയ്യുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അർദ്ധബക്കീറായ അർദ്ധനഗ്നനായ രാജ്യത്തിന്റെ ഈ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ മഹാത്മജിയെ ഈ രാജ്യത്ത് ആ മഹാനായ മഹാത്മജി അദ്ദേഹത്തിന്റെ ഭരണമാണ്, അദ്ദേഹം പറഞ്ഞത് ഉമറിന്റെ ഭരണമാണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് പറയത്തക്കവണ്ണം ഒരു അമുസ്ലിമായ മനുഷ്യന്റെ മനസ്സിൽ പോലും ഉമർ തങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയാന്. അതുകൊണ്ട് ആഖിറത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? മറക്കരുത്, റസൂലുള്ളാഹിയെ പിൻപറ്റാൻ പറ്റണമെങ്കിൽ ഒന്ന്, നമ്മൾ അല്ലാഹുവിൽ സർവ്വ പ്രതീക്ഷകളും അർപ്പിക്കണം. രണ്ട്, ആഖിറത്തെ പറ്റി ബോധം ഉണ്ടാവണം. ഇനി മൂന്നാമത് കേട്ടോ സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വദക്കറല്ലാഹ കസീറാ അല്ലാഹുവിനെ പറ്റി എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നവർക്ക്, പടച്ചവനെ പറ്റി ചിന്ത ഉള്ളവർക്ക്, അല്ലാഹുവിനെ പറ്റി പറയുന്നവർക്ക്, അല്ലാഹുവിന്റെ നാമം ഉരുവിടുന്നവർക്ക് മാത്രമേ റസൂലുള്ളാഹിയുടെ മാതൃകയുണ്ടാവുകയുള്ളൂ. മൂന്നാമത്തെ ക്വാളിറ്റി മറന്നുപോകരുത്. ഈ നെഞ്ചു വെള്ളമാക്കി ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ എന്ത് തന്നാലും പോരാവൂല. എനിക്കിത് രാവിലെ ഞാൻ യഥാർത്ഥത്തിൽ ഇന്നിവിടെ എവിടെയെങ്കിലും തങ്ങുക ചെയ്തല്ല. ഇന്നലെ എന്റെ പ്രസംഗം തൊടുപുഴ കോതമംഗലത്ത് പ്രഭാഷണം കഴിഞ്ഞിട്ട് വെളുപ്പിന് 3 മണിക്ക് ഇതുവഴി പാസ് ചെയ്യാൻ പത്രത്തിന്റെ വഴി. കാരണം എന്താ, എന്റെ നാട്ടിലെ ഒരു പ്രമുഖനായ ഒരാൾ മരണപ്പെട്ടു. ആ മയ്യത്തടക്കുന്ന രാവിലെ 8 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ആ മയ്യത്തടക്കം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ 1 മണിക്കൂർ ഉറങ്ങാൻ കിടന്നപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായി. അങ്ങനെ അതിന്റെ പിന്നാലെ പോയി. ഉച്ച കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണ തയ്യാറെടുപ്പായി. അങ്ങനെ അസർ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് പോയാൽ വീട്ടിലെത്തുമ്പോൾ 1 മണി 2 മണിയോ. അത് കഴിഞ്ഞ് കിടന്നാൽ സുബഹിക്ക് എഴുന്നേൽക്കണം. അത് കഴിഞ്ഞ് നാളത്തെ പരിപാടിക്ക് പോകണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ യാത്രകളുടെ ഇടയിൽ ഈ പരിശുദ്ധമായ ഒരു മജ്‌ലിസിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഉസ്താദിനോട് പറഞ്ഞ് ഞാൻ മുമ്പപ്പോഴേ വന്നു. ഞാൻ കുലശേഖരപതിയിൽ വന്നിട്ടുണ്ട്, പത്തനംതിട്ട ടൗണിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു എന്ന് കൂടെയുള്ളാളും പറയുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. കൂടെയുള്ളാളും പറയുന്നുണ്ട്, ഉസ്താദും പറയുന്നുണ്ട്, ഞാൻ നോക്കുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവിടെ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. ആ ഒരൊറ്റ കാര്യം മാത്രം മതി. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊള്ളാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് മാർക്കിട്ടിട്ട് പിന്നത്തിന് അതൊരു നേട്ടമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് നമുക്ക് കഴിയുന്നത് സഹോദരങ്ങളെ, എന്ത് പ്രശ്നം വന്നാൽ എന്റെ റബ്ബ് കൈപിടിയില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? കണ്ണൂർ ജില്ലയിൽ ഒരു ഉമ്മ എന്നെ വിളിച്ചു. കണ്ണൂരിൽ നിന്ന് ഒരു ഉമ്മ, എപ്പോഴല്ല, വർഷം 5-6 കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, പെണ്ണ് നിന്ന് ചിരിക്കുന്നത് കണ്ടു. മത്താഫിൽ നിന്നൊരു പെണ്ണ് ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ചിരിക്കുന്ന പെണ്ണിലേക്ക് നോക്കിയിട്ട് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ പെണ്ണ് ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടായ പെണ്ണാവൂല എങ്കിൽ പിന്നെ ഇങ്ങനെ ചിരിക്കൂലല്ലോ എന്ന് അബുൽ ഹസൻ തങ്ങളും പറഞ്ഞു. അപ്പൊ ആ പെങ്ങള് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അത്രേ ശ്രദ്ധിക്കണേ മോനെടാ, വിളിച്ചിട്ട് പറഞ്ഞു, അബുൽ ഹസൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞത്? ജീവിതത്തിൽ എനിക്കൊരു പ്രയാസവും നേരിട്ടിട്ടില്ലാത്ത പെണ്ണാണെന്നല്ലേ? ശരിയാ, എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവര് പറഞ്ഞ അവരുടെ കഥ എന്താണെന്നറിയോ? കിതാബുകളിൽ കാണാം. അവര് പറഞ്ഞു, എനിക്ക് 4 മക്കളാണ്. മൂത്തത് പെൺകുട്ടി അടുത്ത ഗ്രാമത്തിൽ കല്യാണം കഴിപ്പിച്ചയച്ചു. രണ്ടാമത്തത് ഇരട്ടക്കുട്ടികളാണ്. പിന്നെ 4-മത്തേത് ഒരു ചെറിയ കൈക്കുഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി പറയാണ്, ഞാന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആടിനെ അറുത്തു. വീട്ടില് ആടിനെ അറുത്തിട്ട് അതിന്റെ മാംസം ദാനം ചെയ്യാൻ എന്റെ ഭർത്താവ് ഇങ്ങനെ ആടിനെ അറുത്തിട്ട് അതിന്റെ മാംസം ദാനം ചെയ്യാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ
ഞാൻ അടുക്കളയിൽ നിന്ന് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു കരച്ചിൽ കേട്ടു. ഓടി വരുമ്പോ എന്റെ ഇരട്ട മക്കൾ, ആ ഇരട്ട മക്കൾ അതിൽ ഒരുത്തൻ മറ്റവനോട് പറഞ്ഞു അത്രേ, വാപ്പ ആടിനെ അറുത്തത് എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു അത്രേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു മകൻ, അടുത്ത മകൻ ഇരട്ടകളിൽ ഒന്ന് മറ്റതിനെ കഴുത്തിൽ കത്തി വെച്ച് അറുത്ത് മുറിക്കുക. അവന്റെ നിലവിളിയാണ്. ഞാൻ ഓടി വന്നു എന്റെ പൊന്നുമോൻ പിടയ്ക്കുന്നത് കണ്ടിട്ട്, എന്റെ ഒരു മകൻ മുറ്റത്ത് കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് ഞാൻ നിലവിളിച്ചു. പേടിച്ചിട്ട് ഈ കൊല ചെയ്ത മകൻ ഓടി കാട്ടിലേക്ക് പോയി. തൊട്ടടുത്ത് കാടാണ്. കാട്ടിലേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട മകൻ കാട്ടിലേക്ക് പോകുന്ന രംഗം കണ്ടിട്ട് എന്റെ ഭർത്താവ് ഇറച്ചി കൊടുത്തിട്ട് ഓടി വരുന്നു. കിതാബുകളിൽ കാണാം. ഓടി വന്നിട്ട് ആ സ്ത്രീ പറയുന്നു, മത്താഫിൽ നിന്നുകൊണ്ട് അബുൽ ഹസൻ തങ്ങളോട് പറയാണ്, നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് വിഷമൊന്നുമില്ലാന്ന്. എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വന്നപ്പോ എന്റെ മകൻ ഓടി അടിക്കുമെന്ന്, അവനെ ഉപദ്രവിക്കുമെന്ന്, വഴക്കു പറയുമെന്ന് പേടിച്ചിട്ട് ആ മകൻ ഓടി കാട്ടിലേക്ക് ഓടുന്നു. എന്റെ ഭർത്താവ് കൂടെ ഓടി, മോനെ ഓടരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോഴും എന്റെ മകൻ അത് കേൾക്കുന്നില്ല. അടിക്കാനാണെന്ന് കരുതിയിട്ട് എന്റെ മകൻ ഓടി കാട്ടിലേക്ക് കയറി. എന്റെ പ്രിയപ്പെട്ട മകനെ ചെന്നായ പിടിച്ച് തിന്നുന്ന രംഗം എന്റെ ഭർത്താവ് കാണാൻ. ആ കുട്ടി, രണ്ടാമത്തെ കുട്ടിയും ഒരു കുട്ടി മുറ്റത്ത് കിടന്ന് പിടഞ്ഞു മരിച്ച് ചൂട് മാറുന്നുണ്ട്. എന്റെ രണ്ടാമത്തെ കുട്ടിയെ കൊടുക്കാട്ടിൽ മൃഗങ്ങൾ കടിച്ചു കീഴിച്ചെന്നായ കടിച്ചു കീറിക്കുന്നു. ഈ രംഗം കണ്ടിട്ട് രണ്ട് പൊന്നുമക്കളും പിടയുന്ന പിടച്ചൽ കണ്ടിട്ട് എന്റെ ഭർത്താവ് നെഞ്ചത്ത് കൈവച്ചിട്ട് നെഞ്ച് പൊട്ടി അവിടെ വീണ് മരിച്ചു. 3 മരണം നേരിൽ കണ്ട് ഞാൻ മുറ്റത്ത് നിന്ന് വീട്ടിനകത്തേക്ക് ഓടുമ്പോ ചൂടുവെള്ളം അടുപ്പത്ത് തിളച്ചു കൊണ്ടിരുന്ന ചൂടുവെള്ളത്തിൽ എന്റെ ഇളയെ കുട്ടി ചെന്നിട്ട്, ഞാനില്ലാത്ത സമയത്ത് ആ വെള്ള പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് തലയുടെ വെള്ളം വീണു വെന്തെന്റെ ഇളയെ കുട്ടി അകത്ത് മരിച്ചു കിടക്കുന്നു. ഇതൊന്നും ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സോ നാടകത്തിന്റെ ഇതിവൃത്തമോ ഏതെങ്കിലും സിനിമയുടെ തിരക്കഥയോ അല്ല. അറബി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എന്റെ ഭർത്താവ് മരിച്ചു. എന്റെ ഒരു കുട്ടി അറക്കപ്പെട്ട് മരിച്ചു. മറ്റൊരു കുട്ടി ചെന്നായുടെ വായിലകപ്പെട്ട് മരിച്ചു. ഒരു കുട്ടി തിളച്ച വെള്ളം വീണിട്ട് മരിച്ചു. എല്ലാം മരണപ്പെട്ട് നിലവിളി ഉയർന്നപ്പോൾ അടുത്ത ഗ്രാമത്തിൽ എന്റെ മകളെ കെട്ടിച്ചയച്ചു. ആ കെട്ടിച്ചയച്ച മൂത്ത മകൾ വാപ്പയുടെയും 3 കുഞ്ഞനുജന്മാരുടെയും മരണമറിഞ്ഞപ്പോ എന്റെ മൂത്ത മകൾ നെഞ്ചു പൊട്ടി അവിടെ മരിച്ചു വീണു. എല്ലാവരും മരിച്ചു. ഭർത്താവും മരിച്ചു. എന്റെ 4 മക്കളും മരിച്ചു. ഞാൻ എന്റെ വീട് വിട്ടിറങ്ങി. എന്തിനാ വീട്ടിൽ പിന്നെ കഴിയുന്നത്? എനിക്ക് വീട്ടിൽ പിന്നെ ആരാണ്? ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട് സങ്കടങ്ങളും കഥകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കേട്ട് വെളുത്തു വെള്ളാരം കല്ല് പോലിരുന്ന പാപത്തിന്റെ കറകൾ ഏറ്റുവാങ്ങി കറുത്തുപോയ ഹജറുൽ അസ്വദിന്റെ ഈ കരിമ്പടം മുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തി എനിക്ക് ഏക ആശ്വാസമായി. ഇവിടെ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ ചിരിക്കാൻ കാരണം ഞാൻ എന്തിന് കരയണം? എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ? എനിക്ക് റബ്ബിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിരിക്കാണ്. ഇതെല്ലാം എനിക്ക് തന്ന റബ്ബ് ഓരോന്നോരോന്ന് തിരിച്ചെടുത്ത് 2-3 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാം അസ്തമിച്ചു പോയ എന്റെ ജീവിതം ഇല്ല. അള്ളാഹു എനിക്ക് തന്നിട്ടല്ലേ തിരിച്ചെടുത്തത്. റബ്ബ് എനിക്ക് തന്നത് ഞാൻ സ്മരിച്ചില്ലല്ലോ. അവൻ എനിക്ക് തന്നത് ഞാൻ ശുക്ർ ചെയ്തില്ലല്ലോ. തിരിച്ചെടുക്കുമ്പോൾ ഞാൻ അതിന് പരിതപിക്കണം എന്ന് പറഞ്ഞിട്ട് അബുൽ ഹസൻ തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞ കഥ കേട്ടിട്ട് അബുൽ ഹസൻ തങ്ങൾ കെട്ടിത്തരിച്ചു പോവുകയാണ്. ഇത്രയുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്തിനാ സഹോദരങ്ങളെ സങ്കടപ്പെടുന്നത്? പ്രതീക്ഷ നഷ്ടപ്പെടരുത്. പാപം ചെയ്താൽ അല്ലാഹു മാപ്പ് തരുമെന്ന പ്രതീക്ഷ വേണം. പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഇതിനേക്കാൾ അള്ളാഹു എനിക്ക് ആശ്വാസം തരുമെന്ന പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ കൊണ്ടുപിടിച്ചാൽ റസൂലുള്ളാഹി നമുക്ക് മാതൃകയുണ്ട്. രണ്ടാമത്തേത് പരലോകത്തെ പറ്റി ചിന്തയുണ്ടാകണം. ഏത് വിഷയത്തിലും അവിടെ റസൂലുള്ളാഹി നമുക്ക് മാതൃകയുണ്ട്. മൂന്നാമത് അല്ലാഹു പറയുന്നു, വദക്കറല്ലാഹ കതീറാ. ഏത് സമയത്തും അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം, അല്ലാഹു ഓർക്കണം, അല്ലാഹു പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും അവനെ ഓർത്തുകൊണ്ടാകണം നമ്മുടെ ജീവിതം. ഏത് സമയത്തും നമ്മൾ അവനെ ഓർക്കണം. അല്ലാഹു രക്ഷപ്പെടുത്തും. 4 ഭാഗത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് പോലുള്ള കൊടുങ്കാറ്റിലെ ഹിംസ ജന്തുക്കൾ വസിക്കുന്ന കൊടുങ്കാറ്റിലെ
പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ വിവസ്ത്രനായി വലിച്ചെറിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു പാറപ്പുറത്തിരുന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്തെന്നറിയോ? ലാ റഫീഖ ഇല്ലല്ലാഹ് വലാ സാഹിബ ഇല്ലല്ലാഹ് വലാ മൂരിസ ഇല്ലല്ലാഹ്. ലാ റഫീഖ ഇല്ലല്ലാഹ്, പടച്ചവനല്ലാതെ എനിക്കൊരു കൂട്ടുകാരനില്ല. വലാ സാഹിബ ഇല്ലല്ലാഹ്, എന്റെ സമീപത്ത് അല്ലാഹയല്ലാതെ മറ്റൊന്നുമില്ല. വലാ മൂരിസ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ എനിക്ക് നേരം പോകാൻ വേറെ ഒന്നുമില്ല. ഈ ഒരു വാക്ക് യൂസുഫ് നബിയുടെ വാക്കാണ്. അല്ലാഹു രക്ഷപ്പെടുത്തി അതേ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു പ്രേമവാദനം വേണം എപ്പോഴും പറയാൻ. ഞാനിപ്പോ നിങ്ങളോട് എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞെന്നിരിക്കട്ടെ, എന്റെ മക്കളുടെ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ പറഞ്ഞാൽ ആ മക്കൾ ഇപ്പൊ എന്നെ പറ്റിയായിരിക്കില്ല പറയുന്നത്. ഞാൻ എന്റെ ഭാര്യയെ പറ്റി നിങ്ങളോട് പറഞ്ഞാൽ അവിടെ വേറെന്തോ തൊഴിലാണിപ്പോ. നിങ്ങളുടെ ഭർത്താവിനെ പറ്റി നിങ്ങൾ ഈ സദസ്സിൽ ചിന്തിക്കുമ്പോ നിങ്ങളുടെ ഭർത്താവ് വണ്ടി ഓടിച്ച് വരികയാകും, നിങ്ങളെ ഓർക്കണമെന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കുമോ ആ സമയത്ത് നമ്മളെ തിരിച്ചോർക്കുന്ന ഒരു സൃഷ്ടാവ്. നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അതിനേക്കാൾ ഖൈറായ 10,000 മുമ്പിൽ നമ്മളെ പറ്റി പറയുന്നുണ്ട്. അത് കൊടുക്കും. നിങ്ങൾ എന്നെ ഓർക്കും, ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എന്നെ പറയും, ഞാൻ നിങ്ങളെ പറയാമെന്ന് അല്ല നമ്മളോട് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഏത് ഘട്ടങ്ങളിലും ഓർമ്മ വരണം. പ്രേമവാദനത്തിന് നിരാശ കാമുകിയെ പോലെ പാട്ടുപാടിയിട്ട് ഒരു കാമുകനായി പടച്ചവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു വനിതയുണ്ട്. ഞാൻ അവരുടെ കബറിന്റെ ചാലത്ത് പോയിട്ടുണ്ട്. അവര് ഷാഫി ഇമാമിന്റെ മരണവാർത്ത നേരിട്ടറിഞ്ഞവരാണ്. ദുന്നൂരിൽ മിസ്രിയ തങ്ങളുടെ സമീപത്ത്, റാബിയത്തുൽ അദവിയുടെ സമീപത്ത് ഈജിപ്ത് എന്ന സൗന്ദര്യം സുന്ദരിമാരും താമസിക്കുന്ന മിസ്ർ. ആ മിസ്രിലെ ഈജിപ്തിലെ പരിശുദ്ധമായ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മിസ്രിലെ മാണിക്യം സ്വന്തമായി കബർ കുടിച്ചു കൈകൊണ്ട് ആ കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് 6000 ഖത്തം തീർന്ന മഹദിയാണ് ബീവി നഫീസത്തുൽ മിസ്രിയ. അവര് പറഞ്ഞ പാട്ടേരെന്നറിയോ? പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്. അവര് പറയുകയാണ്, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയുടെ കഥയും അങ്ങനെ തന്നെ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ മിസ്റിലാണ്. അവര് പ്രേമിച്ചു പടച്ചവനെ. എന്നിട്ട് അവര് പറഞ്ഞു, അജബല്ലിൽ മുഹിബ്ബി കൈഫ യറാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പ്രേമവാദനത്തിന് എങ്ങനെ ഉറങ്ങാൻ കഴിയും? തന്റെ കാമുകൻ ഉറങ്ങുന്നുണ്ടോ? തന്റെ കാമുകൻ കഴിച്ചോ? തന്റെ കാമുകി കഴിച്ചോ? ഇതറിയാതെ എങ്ങനെയാണ് ഒരു കാമുകൻ ഉറങ്ങാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവൾ വല്ലതും കഴിച്ചോ? എന്റെ പ്രിയപ്പെട്ടവൾ കുടിച്ചോ? എന്റെ പ്രിയപ്പെട്ടവൾക്ക് സുഖമാണോ? ഇതറിയാതെ ഒരു കാമുകൻ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പാട്ടുപാടിയിട്ട് പടച്ചവനെ ഓർത്ത് ജീവിച്ച റാബിയത്തുൽ അദവിയ നഫീസത്തുൽ മിസ്രിയ, അങ്ങനെയുള്ള മകളാലത്ത് ഞങ്ങൾ പടച്ചവനെ ഓർത്ത് ജീവിച്ചവരാണ്. വദക്കറല്ലാഹ കസീറാ. ഏത് സമയത്തും അല്ലാഹുവിനെ ഓർക്കണം. പടച്ചവനെ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയോ? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹു നല്ല തൗഫീഖ് തരട്ടെ. എപ്പോഴും അല്ലാഹുവിനെ പറ്റി ഓർക്കാൻ, എപ്പോഴും അല്ലാഹുവിനെ പറ്റി ഓർക്കാൻ, ഏത് സമയത്തും ആഖിറത്തെ പറ്റി ചിന്തിക്കാൻ, റബ്ബിനെ നല്ല പ്രതീക്ഷയോടെ ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അതിനുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നാളെയും മറ്റന്നാളും 2 ദിവസം കൂടി നമുക്ക് പരിപാടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല നിലയിലുള്ള പ്രഭാഷണങ്ങൾ നാളെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും.